കാണുന്ന മല കേട്ടോ, അതിങ്ങനെ മലയായിട്ടുണ്ടായിരുന്നതാണ് നിരപ്പാക്കി. അപ്പോൾ നമ്മളുള്ളത് ഞാൻ ആ പറഞ്ഞ സ്ഥലത്താട്ടോ. ഒരു മല മൊത്തം നിരത്തി അങ്ങോട്ട് എരപ്പാക്കിയിട്ടിട്ടുണ്ട്. ഇവിടെ അടുത്ത് ചെറിയ ചെറിയ മാന്തലുകൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അപ്പകപ്പകോ ആൾക്കാർ വരുന്നത് തടയിന്. ഇങ്ങനെയുള്ളൊരു പ്രദേശം ഇത്രയും വലിയ മല എങ്ങനെ തുരന്നെടുത്ത് കൊണ്ടുപോയി എന്നുള്ളതിൽ അത്ഭുതപ്പെടുത്തിട്ടോ. ഇങ്ങനെയൊക്കെ വികസനം വേണ്ടിയിരുന്നോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കറക്റ്റായിട്ട് ഇത് കാണണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ ഹൈറ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നോക്കണം. അപ്പോൾ നമുക്ക് അവിടെ പോയി അടുത്തുനിന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ എത്ര ഹൈറ്റ് മാന്തി എടുത്തിട്ടുണ്ടെന്നുള്ളത്. ഇത്രയും ഹൈറ്റാണ് ഇവർ മാന്തി ഒരു മല ഇല്ലാതാക്കിയാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇനി പ്രകൃതി ദുരന്തങ്ങളും കാര്യങ്ങളും അങ്ങനെയുള്ള കൺസെപ്റ്റൊന്നും വരൂല എന്നാണ് എൻ്റെ ചോദ്യം കേട്ടോ. കാരണം നമ്മൾ വീടെടുക്കാൻ മറ്റുള്ളതിനൊക്കെ ചെറിയ ചെറിയ മാന്തലുകൾ നടത്തുമ്പോൾ പെട്ടെന്ന് വന്നിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് കേസ് മറ്റേത് കാര്യങ്ങൾ ഫൈന് ഇങ്ങനെയൊക്കെ പോകുന്ന സമീപനമുള്ള നാടാണ് നമ്മളുടെ. ഇതിൻ്റെ അപ്പുറത്ത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ മാന്തി സ്റ്റോപ്പ് ചെയ്ത സ്ഥലങ്ങളുണ്ട്. ഇത്രയും വലിയൊരു സ്ഥലം മാന്തി നശിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഒരു കുഴിഭാഗമൊക്കെ നോക്കിക്കോളിട്ടോ എത്രത്തോളം മാന്തി പോയിട്ടുണ്ടെന്നുള്ളത്. അതായത് ഒരു 100 ഏക്കർ സ്ഥലം ഏകദേശം ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. കറക്റ്റ് നമുക്കറിയില്ല. ഇവിടെ ഇനി കറക്റ്റായിട്ട് വലിയൊരു മാളൊക്കെ കെട്ടാം. കാരണം ലെവലായി, ഇപ്പോൾ ഭൂമി ലെവലായി കിടക്കണേ. ഇവിടെ ഇങ്ങനെ തട്ടി ലെവലായി. മറ്റേ കണ്ടായിട്ട് ഇങ്ങനെ കയറി വരുന്ന സ്റ്റെപ്പുകളെല്ലാം ഉണ്ടായിരുന്നേ. ഒരു മല എങ്ങനെയാണോ അങ്ങനെ ഇതിപ്പോൾ അത്രയും നിരത്തി ലെവലാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വികസനത്തിന് എതിരായിട്ടല്ല. ഈ പ്രദേശത്തിൻ്റെ 5 കിലോമീറ്റർ അപ്പുറത്താണ് രണ്ടത്താണി എന്ന് പറഞ്ഞ പ്രദേശം വരുന്നത്. ആ പ്രദേശത്തെ രണ്ടാക്കി വിഭജിച്ചിട്ട്, അതായത് റോഡ് സെൻട്രലിലൂടെ പോയിട്ട് നടപ്പാതില്ല എന്നുള്ളതാണ്. ജസ്റ്റ് ആ റോഡിന് അടിയിലൂടെ ഒരു നടപ്പാത, ഒരു 3 ആൾക്ക് നടക്കാനുള്ള, ഒരു ഓട്ടോ പോകാനുള്ള ഒരു നടപ്പാത ഉണ്ടായിരുന്നെങ്കിൽ ആ നാട് 2ആയി വിഭജിക്കുമായില്ലായിരുന്നു. അത് വിഭജിച്ചതിനെ കുറിച്ചാണ് ഇന്നിൻ്റെ ചർച്ചയും കാര്യങ്ങളൊക്കെ കേട്ടോ. ഈ കാണുന്ന കെട്ടുകൾക്കുള്ളിലാണ് മാന്തി നിരപ്പാക്കിയിട്ടുള്ളത് കേട്ടോ. ഇവിടെ വലിയൊരു ഓഫീസ് കാര്യങ്ങളൊക്കെ മാതിരിയുള്ള വലിയൊരു ബിൽഡിങ്ങൊക്കെ കാണുന്നുണ്ട്. ഇത്രയും വലിയ ഹൈറ്റിലായതുകൊണ്ട് തന്നെ പുറത്തേക്ക് അങ്ങനെ കാണില്ലല്ലോ. പിന്നെ അങ്ങോട്ട് താഴ്ഭാഗമായിരുന്നു, അതുകൊണ്ടൊക്കെ ആവാം ഇങ്ങനെ നശിപ്പിച്ച. ഇവിടെ ഈ മാന്തിനെ കുറിച്ചൊക്കെ എന്താ നിങ്ങളെ അഭിപ്രായം? നമ്മളാ ഇപ്പോൾ മാന്തി ഇതാക്കിയിട്ടുണ്ടല്ലോ, കല്ലല്ല, നമ്മളെ റോഡിന് വേണ്ടി മാന്തി എരപ്പാക്കിയിട്ടുണ്ടല്ലോ, അതിനെ പറ്റിയിട്ട് നിങ്ങളെ അഭിപ്രായം എന്താ? റോഡ് പണിക്ക് അതന്നെ. നമ്മളിവിടെ ചെറിയ ചെറിയ മാന്തലുകളൊക്കെ നടക്കുമ്പോ വലിയ തടയലുകളൊക്കെ വന്നിരുന്നില്ലേ? ഇപ്പൊ ഇത്രയും വലിയ മാന്തല് നടന്നിട്ട് ഓക്കെ റോഡ് പണി ആണെങ്കിൽ പിന്നെ നമ്മളെ ഇത്രയും വലിയ മാന്തൽ ഇവിടെ മാന്തിയിട്ടേ പിന്നെ നമ്മളെ രണ്ടത്താണി നമുക്ക് ഒരു അണ്ടർ പാസിങ് കിട്ടിയില്ല എന്നുള്ളത് അതാണ് നമ്മളൊരു ചർച്ചാ വിഷയം. കാരണം ഒരു മലയാണ് ഇവിടെ എടുത്ത് വെക്കുന്നത്, ചെറിയൊരു സ്ഥലമല്ല. അതാണേ രണ്ടത്താണി ഇത്രയും വലിയ പ്രകൃതി വിരുദ്ധം ഇവിടെ നടന്നിട്ട്, അതായത് 3 കിലോമീറ്റർ ഗ്യാപ്പേ ഉള്ളൂ രണ്ടത്താണിക്കൊക്കെ. ഇവിടെ ഇത്രയും വലിയ പ്രകൃതി വിരുദ്ധം നടന്നിട്ട് തടഞ്ഞിട്ടില്ല ആൾക്കാര്. എന്തിനു വേണ്ടിട്ട്? വികസനത്തിന് വേണ്ടിട്ട്. അല്ല, എന്തുകൊണ്ട് രണ്ടത്താണി രാഷ്ട്രീയക്കാരും മറ്റാരും പോയില്ല? MLA ഇവിടെ, അതെ അതെ, പഞ്ചായത്ത് എന്തുകൊണ്ട് പോയില്ല? അതെ അതെ. ഇത്രയും, അതായത് റോഡ് വേണം വേണ്ടെന്നല്ല, അത് ലോകത്തിന്റെ നമ്മളെ കേരളത്തിന്റെ എല്ലാവരും ആവശ്യമാണ്. പക്ഷെ ഇത്രയും അടുത്തുള്ള ഇത്രയും വലിയൊരു നാശനഷ്ടം ഇവിടെ ഉണ്ടാക്കിയിട്ട് നമുക്കൊരു അണ്ടർ പാസിങ് നമുക്ക് തന്നില്ല എന്ന് പറയുമ്പോഴേ എല്ലാവർക്കും ഞങ്ങളെ അങ്ങാടി രണ്ടത്താണിയാണ്. അതെ അതെ, ആ രണ്ടത്താണി ഇപ്പൊ 2ആയി. ഞങ്ങൾക്ക് പോയി സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് പോകാൻ പറ്റുമോ? അതെ അതെ. ഇപ്പൊ ഇവിടെ ഒന്ന് രണ്ടത്താണിക്ക് ഒന്ന് പോകണമെങ്കിൽ മറ്റേ പൂവഞ്ചനെ കൂടെ കയറണം. അതെ അതെ, പൂവഞ്ചനെ കയറിയിട്ട് രണ്ടത്താണി എന്നൊക്കെ പറയുമ്പോ ലിമിറ്റഡ് വരെ സ്റ്റോപ്പ് അനുവദിച്ച ഒരു സ്ഥലം കൂടിയാണല്ലോ അല്ലേ? എന്നിട്ട് അവിടെ അങ്ങനെ ഒരു അണ്ടർ പാസിങ് വന്നില്ല എന്ന് പറയുമ്പോ എന്തുമാത്രം. അതെ, അത് എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ ഒന്നും പറയാനില്ല. പല സമരമൊക്കെ നടന്നല്ലോ. അതെ അതെ, സമരങ്ങളൊക്കെ നടന്നു. പേര് വേണ്ടിട്ട് ഒരു പഞ്ചായത്ത് ഇവരൊക്കെ ഒരു പൈസ വാങ്ങി ചാക്കിലാക്കി. അതാണ് ഒന്നാമത്തെ കാരണം. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒന്നാമത് നമുക്ക് അയ്യൂടെ രണ്ടത്താണില്ലേ, 2ആയി പോയി. രണ്ടത്താണി. പക്ഷേ രണ്ടത്താണിനെ നമ്മൾ 2ആക്കാൻ അനുവദിക്കരുത്.
ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോൾ അതാണ് ഒരു കണ്ടന്റ് ആക്കി ചെയ്യണത്. ഇപ്പൊ ഇത്രയും നാശനഷ്ടങ്ങൾ നമ്മൾ ഇത്രയും അടുത്തൊക്കെ വരുത്തി തീർത്തിട്ട്, അതായത് നമ്മളിവിടെ ഒരു JCB വരുമ്പോത്തിന് ചെറിയൊരു മാന്തൽ ഒരു 5 സെന്റ് മാന്തുമ്പോത്തിന് പോയി തടഞ്ഞിരുന്ന ആൾക്കാരാണ്. ഈ ഒരു ബിൽഡിങ്ങിന് വേണ്ടിട്ട് പിടിച്ച് നിർത്തി വെച്ചപ്പോ കുറച്ച് മണ്ണ് നമ്മളെ കൂട്ടുകാരനുണ്ട്, ഒരു കല്ല് ഇത് കൊണ്ടുപോകാൻ അത് ഒഴിവാക്കാൻ പറ്റണില്ല. ഒരു വീട് വെക്കാൻ വേണ്ടിട്ട് 3 സെന്റ് സ്ഥലമുള്ളൂ, അതടക്കാൻ പറ്റി ബാലെന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്താ അറിയോ, നമ്മൾ ഈ സംഭവം നമ്മൾ പുറം ലോകം അറിയിക്കാൻ വേണ്ടിട്ടാണ് അല്ലേ? പുറം ലോകം അറിയിക്കണം. ഒരു മലയാണ് ഇന്നെ അത്ഭുതപ്പെടുത്തി. ഒരു മല, അതായത് 8-10 ആളെ ഹൈറ്റ് അങ്ങോട്ട് മാതി താഴ്ത്തിക്കണേ. എന്താ ആ ഒരു ഏരിയ. രാഷ്ട്രീയക്കാർ ഇവരൊന്നും ഇല്ലേ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളതേ. അവർക്ക് എന്തോ ആവാ, അവിടെ തടേണ്ട ആവശ്യമില്ല, ഇവിടെയാണ് തടേണ്ടത്. നമ്മളെ നാട് നശിപ്പിച്ചിട്ട് നമ്മക്ക് അവിടെ ദ്രോഹം ചെയ്യുമ്പോ നമ്മളെ ഇവിടെ തടയണം. പക്ഷെ തടച്ചിലിന്റെ സമയം കഴിഞ്ഞു. കോൺഗ്രസ് ആയാലും മാർക്സിസ്റ്റ് ആയാലും ഓരൊക്കെ ഒന്നാ, ഓർക്ക് പൈസ പോക്കറ്റിലാവും. ഓരേ ഒന്നാണ്. ഇവിടെ ഇപ്പൊ ലീഗുകാരുണ്ട്, കോൺഗ്രസ് BJP ഉണ്ട്, ഇവരൊക്കെ ഒന്നല്ലേ? നാട്ടില് ബുദ്ധിമുട്ടും. ഈ പാവപ്പെട്ട വോട്ട് വെറുതെ കൊടുക്കാന്നുള്ളൂ. പാവപ്പെട്ട ഗതി കിട്ടുന്നില്ല, ഒരു ഗതി കിട്ടുന്നില്ല ഈ പാവപ്പെട്ടവര്. ഇപ്പൊ ഞമ്മക്ക് ഒറ്റ സംസാരിക്കാൻ പറ്റുള്ളൂ. ആ റോഡ് പണി പൂർത്തിയാവുന്നതിന് മുന്നേ ഒരു നടപ്പാതം, അത് നമ്മളെ ആവശ്യമാണ് അല്ലേ? അതിന് വേണ്ട നടപടികൾ എടുക്കുക എന്നുള്ള നിർബന്ധമാണ് അല്ലേ? ഇല്ലെങ്കിൽ നമ്മളെ കുട്ടികളൊക്കെ എങ്ങനെ യാത്ര ചെയ്യും? ചെയ്ത് തരണല്ലോ. അതെ അതെ, ചെയ്ത് തന്നിട്ടില്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് പോകാനുള്ള വഴിയില്ലല്ലോ. അതെ അതെ. ഇനിയിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്താണ് പോവാണെങ്കിൽ ഒരു വാഹനം പോകണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നില്ല. ഒരു ഓട്ടോ പോകാനുള്ള ഒരു ഗ്യാപ്പ് അല്ലെ വേണ്ട, 2 ആൾക്ക് നടക്കാനുള്ള ഒരു ഗ്യാപ്പ് എങ്കിലും അനുവദിച്ചു തരാം അല്ലേ? എന്നാ ആയിക്കോട്ടെ. ഏട്ടന്റെ പേരെന്താ? ഇവിടെ തന്നെ അല്ലേ വീട്? വീടില്ലേ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. അതെ 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 അതെ. എന്ത് സംഭവിച്ചാലും നമുക്ക് അത് ആവശ്യമാണ്, അത് നേടിയെടുക്കുക എന്നുള്ളതാണ് അല്ലേ? എന്നാ ആയിക്കോട്ടെ ഏട്ടാ, ശരി. നിങ്ങളെ അഭിപ്രായം എന്താണ് നമ്മളെ ഈ രണ്ടത്താണിന്റെ? ഇപ്പോൾ രണ്ടായതുകൊണ്ട് പിന്നെ നമുക്ക് അവിടെ കടക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ ഭാഗത്തുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് പിന്നെ എവിടേക്കും പോകണമെന്നുണ്ടെങ്കിൽ ഒന്നിനെ വെട്ടിച്ചിറ വഴിയോ ഒക്കെ പോകണം. ഇതിപ്പോ ചേലക്കുത്തല്ലേ അങ്ങനെ? നമ്മൾ ഇവിടെ നിന്നുള്ള സ്റ്റുഡൻസ് കാര്യങ്ങളൊക്കെ അവിടെ പോയിട്ടല്ലേ നമ്മൾ അധികം എല്ലാ സ്ഥലത്തേക്കും പോകും. കൊടുക്കണം പോണ്ട്. അതെ, ഇപ്പോൾ നമ്മളിവിടുന്ന് ഇത്രയും വലിയ മല ആ ഒരു വികസനത്തിന് വേണ്ടിയിട്ട് അതെ അതെ ഇത്രയും മാന്തി പോയിട്ട് ഒന്നാമത്തെ നമ്മളിവിടെ ഒരു MP ഇല്ല, MLA ഇല്ല. ഓല് എന്ത് കഴിഞ്ഞാലും ഓല് ജയിച്ചാണ്ട് പോകും. ഓൽക്ക് ആവശ്യമില്ല. ആവശ്യത്തിന് വേണ്ടിട്ട് നാട്ടുകാരിട്ട് ഇറങ്ങിയിട്ട് കാര്യം അവരും കൂടെ മുന്നിട്ട് ഇറങ്ങുകയാണെങ്കിൽ MP MLA ഒക്കെ ഒരു ഇതിൽ വിളിച്ചിട്ട് പോകാഞ്ഞിട്ടാണ്. എല്ലാ സ്ഥലത്തും യഥാർത്ഥത്തിൽ നമ്മൾക്ക് കാര്യമായിട്ട് MP ഇല്ല, MLA ഓല് ജനങ്ങളെ ജയിപ്പിച്ചു. അവിടെയാണ് പ്രശ്നം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒന്നാമത്തെ MP MLA ഇല്ലാത്തൊരു പ്രശ്നം. ഇത്രയും വലിയ മല പെടുന്ന അങ്ങാടികള് ഇപ്പൊ നമ്മളെ മറ്റേ കക്കാട് കരിമ്പിലൊക്കെ ഇതിലും ചെറിയ അങ്ങാടികളാണ്. പിന്നെ അതൊക്കെ അവര് എന്റർപാസ് എടുത്തു, കാര്യങ്ങളൊക്കെ ചെയ്തു. ഇപ്പൊ ഇവിടൊക്കെ നമ്മളെ ചെറിയ മലകളെ ചെറിയൊരു 5 സെന്റ് സ്ഥലമാണെങ്കിലും മുഴുവൻ മാന്തി കൊണ്ടേ 5 സെന്റ് സ്ഥലം മാന്തുമ്പോത്തിന് അവിടെ ആള് ബഹളം തടയല് ഇങ്ങനൊക്കെ ഉണ്ടായിരുന്നത്. വാഴക്ക് ഏരെടുക്കാൻ വേണ്ടി JCB പാടത്തേക്ക് ഇറക്കാൻ പറ്റൂല. വില്ലേജ് ഒരു 100 ഏക്കറെങ്കിലും അവിടെ മാന്തി പോയിട്ടുണ്ടാവില്ല. 100 ഏക്കറെങ്കിലും എത്ര ഉണ്ട്? താഴത്തേക്കോ കുണ്ടിക്കൊന്നും ഇല്ല, സ്ഥലങ്ങളില്ല. 10 ഏക്കറിന്റെ മേലെ ഉണ്ടാവും. ആദ്യം ഒരു തടയലുണ്ടായ സമയത്ത് പിന്നെ അത് കളക്ടറും മറ്റൊക്കെ വന്ന് ഈ തടയാൻ പോയവർക്കായി അവസാനം കേസ് തുടങ്ങാൻ വേണ്ടി തടഞ്ഞാൽ. എന്തായാലും നമ്മളെ നാട്ടുകാർ ഇടപെടാൻ പേടി എന്താ വെച്ചാല് ഇതിൽ കേസ് എങ്ങനെ വരുമെന്നറിയില്ല. പിന്നെ ആൾക്കാർക്ക് അല്ല, നമ്മൾ പ്രതികരിക്കണം. അതായത് നമ്മളിവിടെ ഇത്രയും നാശനഷ്ടം, അതായത് ഭൂമിക്ക് നാശനഷ്ടം ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും കാലം തടഞ്ഞിരുന്നത്. ഇത്രയും വലിയ നാശനഷ്ടം നമ്മൾ വന്നാലും നമ്മൾ സഹിച്ചിരുന്നത് എന്താണ്? അത്രയും വലിയ വികസനം അവിടെ വരുന്നോണ്ടിരുന്നത്. ഇതിപ്പോൾ നമ്മളെ ഈ നാട്ടുപ്രദേശത്ത് വലിയൊരു ദുരന്തമാക്കിയിട്ടാണ് ആ റോഡ് ഇപ്പോൾ കടന്നു പോണത്. അത് വരുന്നതിന് മുന്നേ നമുക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ജീവിതകാലം നമുക്ക് ഒരു സൊല്യൂഷൻ കിട്ടാൻ പോണില്ല.
ഇപ്പൊ എന്താ വെച്ചാല് ആ ഒരു രണ്ടത്താണി അങ്ങാടി എന്ന് പറഞ്ഞാൽ 2 ചേരി ആയാണ് തിരിഞ്ഞു. അതായത് ഒരു ആവശ്യക്കാരന് അപ്പുറത്തേക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു പാലത്തിന്റെ അടിയിൽ കൂടെ ചെറിയ വഴി ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഒരു 6 അടി ഹൈറ്റ് ഉള്ള ഒരാളാണ്, എനിക്കൊക്കെ ഇങ്ങനെ നടന്നിട്ട് അതിൽ കൂടെ പോകാൻ പറ്റും. കാരണം പിന്നെ മഴ പെയ്താൽ തീരും പറ്റും. പിന്നെ അവിടെ ലൈറ്റ് ഇല്ല എന്നൊക്കെ അതൊരു ഓവിച്ചാലാണ്. ഒരു താൽക്കാലിക ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡെമ്മിയാണോ ക്യാമറ ഒക്കെ വെള്ളം വരുന്ന ഓവിച്ചാലാണെന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. അതൊരിക്കലും പറ്റാത്ത ഈ കുട്ടികൾക്ക് എത്രയോ ചെറിയ കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട്. ഇങ്ങനെ ആയതുകൊണ്ട് ഇവിടെ ഈ ഭാഗത്തുള്ള ഒരുവിധം എല്ലാ ജനങ്ങൾക്കും സാമ്പത്തികപരമായിട്ടും ടൈമിങ്ങും എല്ലാം നഷ്ടമായില്ലേ? കോട്ടയം പോകണമെങ്കിൽ ഒന്നിനും വെട്ടിച്ചേർക്ക് പറഞ്ഞാലും പോയിച്ചേർക്ക് കാരണം അതെ. മറ്റും രണ്ടാമത്തിന് ഇതായിട്ട് പോയിട്ട് നമ്മൾ പൈസയും കുറവായിരിക്കും. ഇതിപ്പോൾ നമ്മൾ വെട്ടിച്ചേർക്ക് പോകണമെങ്കിൽ 80-90 രൂപ വെട്ടിച്ചേർക്ക് ഉള്ളൊരു അങ്ങാടിയാണ്. അതെ അതെ, ലിമിറ്റഡ് ഷോപ്പ് വരെ ഉള്ള അതിർത്തി എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്നുള്ള ജനങ്ങൾ ഒരുവിധ ആൾക്കാരൊക്കെ സാധനങ്ങൾ കൊണ്ടുപോയി വിൽക്കലും അവിടെ വെച്ച് വാങ്ങലും ഒക്കെ ഉണ്ടായിരുന്ന അങ്ങാടിയാണ്. ഇപ്പൊ ആ ഭാഗം ഇല്ലാതായി, ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതായി. നമ്മളെ ഇവിടുന്ന് കയറി ചെല്ലുന്നോടത്തൊരു അങ്ങാടി എന്ന് പറയാനില്ലേനു അല്ലേ? 4 ബിൽഡിംഗ് മാത്രല്ല, മീൻ മാർക്കറ്റ് എവിടേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് പോയിന്റ് വന്ന് തിരിഞ്ഞിട്ട് വേണം പോകണമെന്നുണ്ടെങ്കിൽ വേറെ എവിടേക്കാണ് പോകണമെങ്കിൽ ഹോസ്പിറ്റലൊക്കെ പോകാനില്ല. ഏതായാലും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഉള്ളത് ആൾക്കാർ അറിയണം, പുറം ലോകം അറിയണം. ആരെങ്കിലും കണ്ടിട്ട് സൊല്യൂഷൻ ഉണ്ടായാലോ? അതെ അതെ അതെ. അത്രയും അടുത്തുനിന്ന് മാന്തി പോയിട്ടേ ഒരു പാടത്ത് നമ്മളിപ്പോ ഒരു വാഴന്റെ ഒരു ഏരെടുക്കാൻ വേണ്ടിട്ട് നമ്മള് വാഴന്റെ ഏരെടുക്കാൻ വേണ്ടിട്ട് JCB ഇറക്കിയാൽ പോലും അത് ഇത്രയും കാലം ഇവിടെ എങ്ങനെയാ സംഭവിച്ചത്? കഴിഞ്ഞപ്പോഴാണല്ലോ ഈ സമരത്തിന് ആൾക്കാർ ചാടി ഇറങ്ങിയത്. അല്ല, അതിന് മുന്നൊന്നാണ് മറ്റൊരു MLA-മാരൊക്കെ ഇടപെട്ടൊക്കെ ഇറങ്ങിയോനായി പോയതൊക്കെ കേസ്. അപ്പോൾ കാക്ക നിങ്ങളെ പേരെന്താണ്? അയ്യൂബ് അല്ലേ? ഇപ്പോഴും നമുക്ക് സൊല്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ് കാക്ക പറയണത് അല്ലേ? 80% വർക്കും പൂർത്തിയായിട്ടുള്ള എന്നുള്ളതാണ് നമ്മളൊരു കാഴ്ചപ്പാട്. കാരണം ഇപ്പുറത്തും നിർത്തി വെച്ചിട്ടുണ്ട്, ഇപ്പുറത്തും ആ സൈഡ് നിർത്തി വെച്ചിട്ടുണ്ട് വർക്ക്. ഇപ്പോഴും അടി അവർക്ക് ഇത്രയും മിഷനറി അവർക്ക് 2 ദിവസത്തെ പരിപാടി കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. അലൈൻമെന്റിൽ വ്യത്യാസം വരുത്തിയാൽ അങ്ങനെ പല സ്ഥലത്തും ചെയ്യുന്നുണ്ട്. റോഡ് അവിടെ മാറ്റിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. മേൽപ്പാലം ആ റോഡിന് വരാൻ ചാൻസ് ഇല്ല. കാരണം അങ്ങനത്തെ റോഡ് 6 വരിപ്പാലക്കൊന്നും മേൽപ്പാലം നമ്മളങ്ങനെ കണ്ടിട്ടില്ല. താഴെക്കൂടെ മാത്രമേ. ഇപ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്നറിയോ? ഇത്രയും വലിയ മല ഇവിടെ ഏക്കർ കണക്കിന് മാന്തി കൊണ്ടുപോയിട്ട് ആ ഒരു വികസനത്തിനും വേണ്ടിയിട്ട് കൊണ്ടുപോയതാണ്. എന്നിട്ട് പിന്നെ നമുക്ക് അവിടെ 2 ആൾക്ക് നടക്കാനുള്ള ഒരു ഗ്യാപ്പ് അതിൻ്റെ അടിയിൽ കൂടെ കിട്ടണില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അത് സംഭവം എന്താ വെച്ചാലേ, പിന്നെ മല കോരി കൊണ്ടുപോയി പറഞ്ഞാൽ അത് അവരുടെ വർക്കിന്റെ ഭാഗമായിട്ട് അവരെ ഇടപെടലേക്ക് ഉണ്ടാക്കി അതിന്റെ ഭാഗമായിട്ടാണ് മല കോരി കൊണ്ടുപോയത്. പക്ഷെ അതേമാതിരി ഒരു ഇടപെടൽ പിന്നെ ജനപ്രതിനിധികളുണ്ടായി. അതിനിപ്പോൾ MP ആയാലും MLA ആയാലും പഞ്ചായത്തായാലും ജില്ലാ പഞ്ചായത്തായാലും ഒക്കെ നല്ലത് ആരോ കൈകാര്യം ചെയ്യണമെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ. അപ്പോൾ അവരുടെ അടുത്തുനിന്ന് ആ രീതിയിലുള്ള ഇടപെടൽ നടന്നിട്ടില്ലെന്ന് എൻ്റെ അഭിപ്രായം. അത് നടത്തുകയാണെങ്കിൽ കിട്ടുമായിരുന്നു. എന്താ വെച്ചാൽ 1 കിലോമീറ്റർ ഇടയിൽ പൂവഞ്ചേരി അതിരുപടി കിട്ടിയിട്ടുണ്ട്, ഉച്ചിക്കലുണ്ട്. എന്തുകൊണ്ടും ഈ റോഡ് നല്ല പ്രാധാന്യമുള്ള റോഡാണ്. പിന്നെ രണ്ടാമത്തെ ഒരു ചോദ്യം ഇതാണ്, ഇവിടെ 5 സെന്റ് സ്ഥലമുള്ളവരൊരു വീടെടുക്കാൻ മാറുമ്പോഴത്തേന് അത് തടയാൻ ആൾക്കൂട്ടും എല്ലാ സംഭവം അവിടെ എത്തിയിട്ട് തടഞ്ഞ് അരപ്പാക്കുന്ന ഒരു സമീപനം ഉണ്ടായിട്ടുണ്ട്. ഇത്രയും ഏക്കറയുടെ മാന്തി പോയിട്ട്, അതായത് ഒരു 8 ആളെ ഹൈറ്റെങ്കിലും മിനിമം ഉണ്ടാവും മേൽഭാഗം. അടിഭാഗമാകുമ്പോൾ അയിലാറുണ്ട്. അതിപ്പോൾ പിന്നെ എൻ്റെ ഒരു മുൻകാല അനുഭവം വെച്ച് ഞാൻ പറയാം. എന്താ വെച്ചാൽ ഈ തീരദേശപാത ഉണ്ടായല്ലോ നമ്മളെ പൊന്നാനി ഭാഗത്ത്, അന്ന് ഏറനാട് വർക്ക് എടുക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ മുഴങ്ങാനുള്ള കുറച്ച് ആൾക്കാർ, ഇവിടുത്തെ വാർഡ് മെമ്പർ അടക്കമുള്ള ആൾക്കാർ ആ കാര്യത്തിൽ ഇടപെട്ടിട്ട് ഇവിടെ ഭയങ്കര കൊണ്ടാവാൻ പറ്റാത്ത രീതിയിലാക്കിയിരുന്നു മണ്ണൊക്കെ. അന്ന് പിന്നെ മലപ്പുറത്ത് പിന്നെ ബിജു പറഞ്ഞ ആളാണ് കളക്ടർ അടുത്തേക്ക് പോയി. ഈ വിശ്വനാഥൻ അറിയാം, ഇവിടെ മുഴങ്ങാണിക്കുള്ള വിശ്വനാഥനൊക്കെ ഉണ്ടായിരുന്നു, മാട്ടുമ സ്കൂളിലെ മാഷ്. ഞങ്ങളൊക്കെ കളക്ടർ പോയി, ഞാനുണ്ടായിരുന്നു. കളക്ടറെ പോയി കണ്ടപ്പോൾ കളക്ടർ പറഞ്ഞ് വികസനത്തിന് എതിർക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഇത് മണ്ണിട്ട് തൂർക്കാനാണ് ഇവിടുത്തെ മണ്ണെടുക്കണേ. അപ്പോൾ ഈ ഏറനാട് പറഞ്ഞ അയാൾ മലപ്പുറത്താണ് കോൺട്രാക്ടർ പോയി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ആരും അതിന് പിന്നെ അന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. നമ്മുടെ കളക്ടർ ഇവിടെ അടക്കം വരികയുണ്ടായിരുന്നിട്ട്. അപ്പോൾ പറയുന്നത് വെച്ചാൽ വികസനത്തിന് എതിർക്കാൻ പറ്റില്ല, റോഡ് പിന്നെ നമുക്ക് അനിവാര്യമാണ്, വലിയ റോഡുകൾ വരേണ്ടത് അനിവാര്യമാണ്, അതിനൊന്നും തടസ്സം നിൽക്കാൻ പറ്റില്ല. ആ റോഡിന് വേണ്ടിയിട്ട് ഇവിടുത്തെ മണ്ണ് കൊണ്ടുപോകണേ. എന്നിട്ട് അന്ന് താഴത്തെ കോളനിയിലുള്ള ആൾക്കാരൊക്കെ വെള്ളം ഇല്ലാതെ പറഞ്ഞിട്ട് ഒക്കെ പറഞ്ഞപ്പോൾ അവരോട് ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 1-2 കുഴപ്പങ്ങൾ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ വിളിച്ചു തരാറാണ്.
അപ്പോൾ ആ രീതിയിലുള്ള അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അപ്പം നമ്മൾ ചോദിക്കണതാണ് ഇത്രയും വലിയ പ്രശ്നങ്ങൾ, അതായത് ഈ മല ചെറിയ ചെറിയ മാന്തലുകളൊക്കെ വരുമ്പോൾ മല നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ആണികൾ ഇതാക്കുന്ന പ്രശ്നങ്ങളാണ്, ഭൂമിക്ക് പ്രശ്നങ്ങളാണെന്നുള്ളതിലാണ് തടയാൻ പോയിരുന്നത്. ഇപ്പോൾ ഇത്രയും വലിയ വികസനത്തിന്റെ ഭാഗമായിട്ട് ഈ മലമാന്തലുണ്ടായപ്പോൾ നമ്മളാരും പ്രതികരിച്ചില്ല. പക്ഷെ നമ്മൾ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, 2 കിലോമീറ്റർ അപ്പുറത്തുള്ള റോഡിന്, അതായത് ലിമിറ്റഡ് സ്റ്റോപ്പ് വന്ന് നിർത്തിയുന്ന അങ്ങാടിയാണ്, ആ അങ്ങാടിയിൽ നമുക്ക് 2 ആൾക്ക് നടക്കാനുള്ള ഒരു അടിപ്പാത എന്തുകൊണ്ട് തന്നില്ലാന്നുള്ളതാണ്. അത് തന്നെ എനിക്ക് പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ ഇപ്പോൾ സാധാരണക്കാർ നിങ്ങളങ്ങനെ ഇടപെട്ടിട്ട് ഒന്നും നടക്കാൻ പോയിട്ടില്ല. അപ്പോൾ ഒരുപാട് ജനങ്ങൾ അടക്കമായിട്ട് എത്ര ദിവസം പിന്നെ ഇതിനുള്ള സമരപന്തലൊക്കെ ഉണ്ടായില്ല. ഇതിന് കാര്യമായിട്ട് ഇടപെടുന്നത് ജനപ്രതിനിധികൾ, പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് അവരുടെ ഇടപെടൽ ഇതിൽ വളരെ നമ്മൾ ഇത്ര ഉദ്ദേശിക്കണുള്ളൂ. അതുകൊണ്ട് ആൾക്കാർക്ക് എന്തുമാത്രം ഗുണമുള്ളതാണ്. പിന്നെ ആളുകളെ ഉള്ളിൻ്റെ ഉള്ളിലെ അങ്ങനെ ഒരു ഇത് ഇല്ലാത്തതുകൊണ്ടുള്ള മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു ഇതുണ്ടല്ലോ, അതാണ് നമ്മൾ. അതിപ്പോൾ രണ്ടത്താണിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടത്താണിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് അതിന് മർമ്മപ്രധാനമായ സ്ഥലങ്ങളൊക്കെ കിടക്കുന്നത്. എന്താ വെച്ചാൽ പള്ളിയായാലും പിന്നെ സാധനം വാങ്ങേണ്ട കാര്യമായാലും എല്ലാ കാര്യത്തിലും നിത്യോപയോഗ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് പോകണം. ഇപ്പോൾ പള്ളി അപ്പോൾ രണ്ടത്താണിക്കാന്ന് വരുന്നത്. ഇപ്പോൾ നമ്മളെ മൂർക്കത്തെ അപകടത്തൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു പള്ളിക്ക് റെഡി ആക്കിയിട്ട് എത്ര ബുദ്ധിമുട്ട് പറഞ്ഞ ആൾക്കാർക്കൊക്കെ അതൊക്കെ വലിയ തന്നെയാണ്. അതൊക്കെ അതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പോൾ എന്താ നിങ്ങളൊരു പ്രതികരണം എന്താണ് അങ്ങനെ ഒരു വിഭജനം വന്നതിനെ കുറിച്ചിട്ട്, ആ വികസനം കൊണ്ടുണ്ടായ നഷ്ടത്തെ പറ്റിയിട്ടൊക്കെ? അല്ലെങ്കിൽ വികസനത്തെ കുറിച്ച് നഷ്ടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കിപ്പോൾ സാധാരണ ഒരു വണ്ടിയുള്ള ആൾക്കാരൊന്നും ഇപ്പോൾ വലിയൊരു പ്രശ്നം ബുദ്ധിമുട്ടൊന്നും കാണുന്നില്ല. പക്ഷെ നമ്മൾ സാധാരണക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അങ്ങോട്ട് പോകാനും വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെ വിദ്യാർത്ഥികൾ ഇപ്പോൾ ബസ് കടക്കാൻ നമ്മൾ കോട്ടയ്ക്ക് പോകുന്ന കുട്ടികൾക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ ബുദ്ധിമുട്ട് തന്നെയാണ്, അങ്ങോട്ട് നടക്കാൻ പറ്റില്ല. റോഡ് വന്നപ്പോൾ അങ്ങോട്ട് മുറിച്ചെടുക്കാതെ രക്ഷയില്ല, അപ്പുറം വണ്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് കിടക്കന്നെ വേണം. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. സാധാരണ നമ്മൾ വണ്ടിയുള്ള ഒരാൾക്കാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഞങ്ങൾക്ക് പോയി തിരിഞ്ഞ് വരാതെ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യം നമുക്ക് തോന്നുന്നില്ല. അത് നമ്മൾ സാധാരണക്കാർ ഇപ്പോൾ നടന്ന് പോകുന്ന ആൾക്കാർക്ക്, നമ്മൾ കോട്ടയ്ക്ക് ബസ് കയറി പോകുന്നത് അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാലം ഉണ്ട്, അത് നമ്മൾ രണ്ടാൾക്കാണ് ആണ്ട് പോകണം, മേലേക്ക് കയറി പോകണം, അങ്ങനെയുള്ളതായ ബുദ്ധിമുട്ടുകളേ ഉള്ളൂ. പിന്നെ ചോദ്യം ഇതാണ്, നമ്മളിവിടെ വലിയൊരു മല ഏക്കറക്കണക്കിന് മാന്തിയിട്ട് ആ വികസനത്തിന് വേണ്ടി കൊണ്ടുപോയി. എപ്പോഴും ഇവിടെ ചെറിയൊരു 5 സെൻറ്റ് മാന്തുമ്പോൾ നമ്മളൊക്കെ പോയി തടയുക, പിടിക്കുക, അങ്ങനെയുള്ളതൊക്കെ സംഭവിച്ചിരുന്നത്. അപ്പോൾ അത്രയും വലിയൊരു വികസനം നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിത് കണ്ണ് ചിമ്പി. പക്ഷേ ഇവിടുന്ന് 2 കിലോമീറ്റർ അപ്പുറത്തുള്ള നമ്മളെ മെയിൻ ജംഗ്ഷനിൽ എന്തുകൊണ്ട് നമുക്ക് 2 ആൾക്ക് നടക്കാനുള്ള അടിപ്പാത തരുന്നില്ല എന്നുള്ളതാണ്. അതിപ്പോൾ നമ്മൾ ഇവർ പറയേണ്ടതാണ്, അത് നമ്മൾ ഈ ഇതിൻ്റെ ഹൈവേൻ്റെ പണിക്കാർ ഇതിൻ്റെ ആൾക്കാർ പറയേണ്ട ആൾക്കാരാണ്. നമ്മളിപ്പോൾ അതുപോലെ ഇത് സംഭവം തന്നെ ഇപ്പം പറയുന്നത്, ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ ഈ സംഭവം അങ്ങനെയൊന്നും ഇല്ല എന്നുള്ള കാര്യം തന്നെ ഇവിടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നിന്നിട്ടുള്ളത്. എല്ലാ ആളുകളും ഇപ്പോൾ ഇത് വരുന്നുള്ള ഇതിൽ നമ്മളിപ്പോൾ ഇവിടെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഇതിപ്പോൾ എങ്ങനെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഇടങ്ങാറാക്കുന്നുള്ളപ്പോൾ നമുക്ക് ശ്രദ്ധയില്ലല്ലോ. എല്ലാവർക്കും പൊതുവെ ഒരു ഇടങ്ങാറാണെന്നുള്ളത് തന്നെയല്ലേ പൊതുവെയുള്ള നിലപാട്. ഇടങ്ങാറെന്നുള്ളതന്നെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ എങ്ങനെ നോക്കിയാലും നമുക്ക് ഇടങ്ങാറ് തന്നെയാണ്. നമുക്ക് വരണമെങ്കിൽ നമ്മൾ എത്ര കിലോമീറ്റർ നമുക്ക് അങ്ങനെ കറങ്ങി പോകണമെന്ന് അറിയാം. 2-3 കിലോമീറ്റർ നമ്മൾ രണ്ടത്താണി കോട്ടയ്ക്ക് പോകണമെങ്കിൽ നമ്മൾ രണ്ടത്താണി കയറിയിട്ട് പിന്നെ പൂഞ്ചാനക്ക് കയറണം. പൂഞ്ചാനക്ക് പോകുന്ന അതേ മറ്റു നമ്മൾ ഇട്ട് അങ്ങോട്ട് തന്നെ പോകണം. എന്നിട്ട് നമ്മൾ പോകേണ്ട കോട്ടയ്ക്കൊക്കെ ഒക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അഭിപ്രായം എന്താണ്? ഈ പറഞ്ഞ അഭിപ്രായങ്ങൾ തന്നെയാണ്, അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് അഭിപ്രായം ഒക്കെ എല്ലാവർക്കും ഇടങ്ങേറ് തന്നെയല്ലേ സംഭവം. വണ്ടിക്കാർക്കായാലും നടക്കുന്ന ആൾക്കാരൊക്കെ ആയാലും എല്ലാവർക്കും ബുദ്ധിമുട്ട്. ഇനിയിപ്പോൾ റോഡ് പണി കംപ്ലീറ്റ് ആയിട്ടില്ലേ? 2 സൈഡ് ഏകദേശം നിർത്തിവെച്ച ഒരു അവസരമൊക്കെ കാണുന്നുണ്ട്. ഇവിടെ മറ്റേ സമരം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് ഇപ്പോഴും അതിനൊരു സാധ്യത നിങ്ങളെ മനസ്സിൽ കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കാം, നമുക്ക് വരുന്നുള്ളൊരു ധാരണയിൽ തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത്. ഇപ്പം ഇനി അത് ചെയ്തിട്ടില്ല എന്നെ ഭാവിയിൽ ഇനി ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല നിങ്ങളൊരു കൺസെപ്റ്റ്. ഭാവിയിൽ പിന്നെ ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഇപ്പം ചെയ്യണമെന്നുള്ള ചെയ്യാനുള്ള നമ്മൾ തന്നെ ചെയ്യാൻ പറ്റാൻ. പിന്നെ കാക്ക, നമ്മളിവിടുത്തെ ഈ റോഡുണ്ടല്ലോ, അത് 2 വിഭജിച്ചതിനെ കുറിച്ചിട്ട് അടിയിൽ നമ്മളെ നടപ്പാത ഇല്ലാത്തതിനെ പറ്റിയിട്ടൊക്കെ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? പറയാനുള്ളത് എന്താ, നമുക്ക് വൈകിട്ട് നമ്മൾ വളരെ ബുദ്ധിമുട്ടിലാണ്. പഴയകാല അങ്ങാടിയാണല്ലോ ഈ രണ്ടത്താണിയെ ഇങ്ങനൊരു വികസനം വന്ന് വിഭജിച്ചതിലെ 2ആക്കി മാറ്റിയതിലെ എന്താണ് കാക്കാന്റെ അഭിപ്രായം? കാരണം കാക്കൊക്കെ കളിച്ച് വളർന്ന ഒരു അങ്ങാടിയായിട്ടാണല്ലോ എന്റെ മൈൻഡിലൊക്കെ ഉള്ളത്. നമ്മളെ ചെറുപ്പക്കാലം വെച്ച് നോക്കുമ്പോൾ നമ്മൾ അങ്ങാടിയിലൊക്കെ നടക്കണേ, അങ്ങോട്ട് നടക്കണേ, ഇങ്ങോട്ട് നടക്കണേ, അങ്ങനത്തെ ഒരു അങ്ങാടി 2ആയി പിളർന്നതിനെ കുറിച്ച് കാക്കാക്ക് എന്താ പറയാനുള്ളത്? നമുക്ക് റോഡ് വേണം നടക്കാൻ. അതായത് നമുക്ക് അടിയിൽ ഒരു 2
ഒരു അണ്ടർ പാസിങ് നമുക്ക് വേണമെന്നുള്ളത് മാത്രം അല്ലെ, നടക്കാനുള്ളൊരു പാത കിട്ടിയാൽ മതി, വേറെ ഒന്നും നമുക്ക് ആവശ്യമില്ലല്ലോ. നടക്കാനുള്ളൊരു വഴി നമുക്ക് വേണം, നേരെ നടക്കാനുള്ള 2 അടി വഴി നമുക്ക് വേണം. അത് നിർബന്ധമല്ലേ കാക്ക? ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന ബന്ധങ്ങളൊക്കെ അപ്പുറത്ത്, നമ്മളിപ്പുറത്ത്, അങ്ങനെ ഒരുപാട് നമ്മളെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ വരാനുണ്ട് അല്ലേ? കാരണം യാത്രാനുഭവം മാത്രല്ല, യാത്രാനുഭവം അപ്പുറം ഇപ്പുറം നമുക്ക്. അതെ 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 അതെ. പിന്നെ നമ്മളിവിടെ മയങ്ങാണിക്കല് ഒരു മല മൊത്തമായിട്ട് ഇതിന് എടുത്തിട്ടുണ്ട്, മൊത്തമായിട്ട് കവർ ചെയ്ത് പോയിട്ടുണ്ട്. മൊത്തം എന്ന് പറഞ്ഞാൽ ഒരു 10 ഏക്കർ സ്ഥലമാണെന്ന് മിനിമം പറയണത്. അത്രയും സ്ഥലം എന്താക്കിയിട്ടുണ്ട്, മാന്തി നിരപ്പാക്കിയിട്ടുണ്ട് ഈ റോഡിന് വേണ്ടിയിട്ട്. ഇവിടുന്ന് ആകെ 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഡിഫറൻറ്റേ ഉള്ളൂ. നമ്മള് ആരും അതിനെ കുറിച്ച് പ്രതികരിക്കാത്തത് എന്തുകൊണ്ടിരുന്നേ? നമുക്ക് ഇവിടുന്ന് നടക്കാനുള്ള റോഡ് തന്നെ വേണം, വഴി പോരാ അല്ലേ? അതാണ്. അപ്പൊ നമ്മൾ അത്രയും വലിയൊരു ദുരന്തം അവിടെ സംഭവിച്ചു. അതായത് നമ്മള് എപ്പോഴും പോയി സമരം ചെയ്തിരുന്ന മല മൊത്തമൊക്കെ ഇവർ ഇതിന് കവർന്നെടുത്തപ്പോഴും വികസനത്തിന്റെ പേരിലാണ് നമ്മള് തടസ്സം നിൽക്കാത്തതെന്നല്ലേ കാക്ക പറയണത്. ഇപ്പൊ നമുക്ക് അത്രയും വലിയൊരു കാര്യങ്ങള്, അതായത് ആ വികസനത്തിന് വേണ്ടി മല കൊടുത്തിട്ട് നമുക്ക് നമ്മളെ നാടിനെ 2ആക്കി പിളർത്തിയത് എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം നമുക്കില്ലേ? നമുക്ക് ആകെ ആവശ്യം എന്താ? നമുക്ക് വഴി വേണം, വഴി. അതായത് ഈ കാണുന്ന ഇവിടുന്ന് അങ്ങോട്ട് കടക്കാനുള്ള വഴി അല്ലേ? ആയിക്കോട്ടെ. അതെ അതെ. ഇതിലിപ്പോ വിദ്യാർത്ഥികളും സ്ത്രീകളൊക്കെ ബുദ്ധിമുട്ടിലായി എന്ന് മാത്രല്ല, നമുക്ക് ഇനി ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്തിട്ടുള്ള ഓട്ടങ്ങളും കാര്യങ്ങളൊക്കെ കറങ്ങി തിരിഞ്ഞ് പോകേണ്ട ഒരു അവസ്ഥയാണല്ലോ അല്ലേ? അപ്പൊ ഈ ഒരു റോഡ് മെയിനായിട്ട് ഏത് ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്? ഇപ്പൊ നമ്മൾ ഈ യാത്ര ചെയ്യുന്ന റോഡ്, അതായത് ഇതാണല്ലോ നമ്മളിവിടുന്ന് വന്നിട്ട് നിൽക്കുന്ന റോഡ്. ഈ റോഡ് ഇപ്പൊ നമ്മൾ വന്ന റോഡ് എങ്ങോട്ട് പോകാനാ മെയിനായിട്ട് ഉപയോഗിച്ചിരുന്ന ആൾക്കാര്? കാടാമ്പുഴ, വളാഞ്ചേരി ഒക്കെ ടച്ച് ചെയ്തിട്ടുള്ള ഷോർട്ട് കട്ടായിട്ട് വരൂലേ? പിന്നെ ഇവിടെ ഇപ്പൊ ലിമിറ്റഡ് ഒക്കെ നിർത്തിയിരുന്ന ഈ റോട്ടില് നിർത്തിയിരുന്നല്ലേ? അത്രയും വലിയൊരു അങ്ങാടി ആയിട്ടാണ് ഇവിടെ നമുക്ക് അണ്ടർ പാസിങ് ഇല്ലാതായത് അല്ലേ? വലിയൊരു ദുരന്തം തന്നെ. ഇപ്പോഴും നമുക്ക് ഇതിന് അവസരം ഉണ്ടോ ഇല്ലേ കാക്കാന്റെ ഒരു അഭിപ്രായത്തിൽ എന്താ? ഇപ്പോഴും നമുക്ക് അവസരമുണ്ട് ഇത് പൂർത്തിയാവുന്നതിന് മുന്നല്ലേ? കാരണം ഇവിടെ ഒന്നും പണി തീർന്നതായിട്ട് കാണില്ല അല്ലെ? ഇവിടെ വെച്ചാലും മതിയല്ലോ അല്ലെ? അല്ലെ കുറച്ച് അങ്ങോട്ട് മാറിയിട്ട് അവിടെ ആയാലും മതി. 4 അടി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാലും വിഷയമല്ല. ഈ ഒരു നടക്കുന്ന ഏരിയയിൽ കിട്ടണം എന്നുള്ളതാണ് അല്ലേ? ആ, നേരെ കിട്ടണം എന്നാണ് കാക്കാന്റെ ആഗ്രഹം. അതെ അതെ. ഇത്രയും വലിയൊരു അങ്ങാടിയിൽ വരും എന്നുള്ളതാണ് പ്രതീക്ഷ. ഇവിടെ എത്തിയില്ല. ഇവിടെ കിട്ടിയതും ഇല്ല. അപ്പുറം ഇപ്പുറം 2 കിലോമീറ്റർ മാറി കിട്ടുകയും ചെയ്തു അല്ലേ? ഇവിടെ ഒരു 1/2 കിലോമീറ്റർ മേലെ, 1 കിലോമീറ്ററിന് അടുത്ത് മേലും കിട്ടി, അപ്പുറത്തേക്ക് ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്തും കിട്ടി അല്ലേ? അവിടെ പ്രതീക്ഷിച്ചിട്ടില്ല, പ്രതീക്ഷിക്കാത്തടത്ത് കിട്ടുകയും ചെയ്ത്, ഏറ്റവും ആവശ്യമുള്ള സ്ഥലത്ത് കിട്ടിയതും ഇല്ല അല്ലേ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. കാക്കാന്റെ ഈ ഒരു മാനസിക വിഷമം, നാട്ടുകാരെ വിഷമം, പണി പൂർത്തിയാവുന്നതിന് മുന്നേ അത് നല്ല നിലയിലാവട്ടെ. അതെ അതെ. ഇല്ലാന്നുണ്ടെങ്കിൽ കാക്കാനെ പോലത്തെ ആളുകളെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന ബന്ധങ്ങളും മറ്റുള്ളതൊക്കെ തടസ്സപ്പെടുന്ന ഒരു രീതിക്കാണ് പോണത് അല്ലേ? ആ ഒരു ഫീലിങ്സ് കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയൂല എന്നുള്ളതാണ്. കാരണം ഒരുപാട് നടക്കണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പൊ അത്രയും നടന്നിട്ടുള്ള ഒരു യാത്ര നമ്മൾ എന്ത് ചെയ്യൂല, പോക്കും വരവും ഉണ്ടാവില്ല. ഓട്ടോക്ക് അതെ അതെ അതെ. 40 റുപ്യ ഉണ്ടായിരുന്നത് 70 രൂപ വേണം. ഇത് ഇവിടെ ഉള്ള കരീം ഡോക്ടറുടെ അടുത്തേക്ക് പോകാൻ. അതായത് ഇവിടുന്ന് നേരെ പോവാണെങ്കിൽ 1/2 കിലോമീറ്ററേ ഉള്ളൂ. ആ, പെരയിന്ന് ഡയറക്റ്റ് വരികയാണെങ്കിൽ 40 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഈ വളഞ്ഞ് ചുറ്റിയിട്ടായതുകൊണ്ട് 70 രൂപ വേണം. അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ശരി, കാക്കാന്റെ ആഗ്രഹം നടക്കട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു പബ്ലിക് ഒപ്പീനിയൻ എടുക്കുന്നത്. എല്ലാ ആളുകളെയും എന്താണ് ഇതുകൊണ്ട് ഉണ്ടാവുന്ന ദോഷങ്ങളും ഗുണങ്ങളും, ഇതുകൊണ്ട് എന്താണ് ആൾക്കാർ പ്രതികരിക്കേണ്ട ആളുകൾ പ്രതികരിക്കണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹം. അങ്ങനെ ഒരു പബ്ലിക് ഒപ്പീനിയൻ എടുക്കുകയാണ് കേട്ടോ. ശരി കാക്ക. എന്താണ് നിങ്ങളെ പ്രതികരണം? ഇപ്പോൾ ഇവിടെ ഇങ്ങനെ 2ആയി വിഭജിച്ചതിൽ ഇപ്പൊ നമ്മളോടൊരു കാക്ക പറഞ്ഞേ, നമ്മളെ കുട്ടിക്കാലത്ത് നടന്നിരുന്ന ആ ഒരു കൺസെപ്റ്റ് തന്നെ മാറി. ഇനി നമ്മളെ സുഹൃത്തുക്കളൊക്കെ അപ്പുറത്തുള്ള ആളുകളൊക്കെ കാണാന് പറയാനില്ല. ഇപ്പൊ ഇവിടെ കുട്ടികൾ ഏണിയൊക്കെ വെച്ച് കയറിയുന്ന അങ്ങനത്തെ സമയങ്ങളൊക്കെ ഉണ്ടായിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിപ്പോ ഈ അപ്പുറത്തോട്ട് കിടക്കണമെങ്കിൽ 1.25 2.5 കിലോമീറ്റർ പോകണം.
കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ആശ്രയിക്കാൻ ഇവിടെ ഒന്നുമില്ല, ഒരു ഹോസ്പിറ്റലേ ഉള്ളൂ. അപ്പൊ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു 2 അടി നടപ്പാത എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് ഞങ്ങൾ കൂടുതൽ ആഗ്രഹിക്കുന്നില്ല. ഇവിടുത്തെ ജനങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയക്കാരോടൊക്കെ കഴിവുകളോട് സംഭവിച്ചതാണ്. അവരുടെ ആവശ്യങ്ങളോടുള്ള പിന്നെ ഇവിടെ താഴത്തൊരു വെള്ളത്തിന്റെ ഓവിച്ചാലുണ്ട്, അതിലൂടെ ഇപ്പൊ തൽക്കാലം ആളുകൾ പോകുന്നുണ്ടെന്ന് പറഞ്ഞത് അത് എത്രത്തോളം ശാശ്വതമാണ് നമുക്കതിനെ പറ്റി അറിയില്ല. ഇപ്പൊ ഉണ്ട്, എന്നാലും പ്രായമാർക്ക് ഇതാ പ്രായോഗികത ഇറങ്ങിയിട്ട് കയറാന്നുള്ളത്. പിന്നെ വർഷക്കാലം വന്നു കഴിഞ്ഞാൽ വെള്ളമായി കഴിഞ്ഞാൽ അവിടെയുള്ള വീടുകളൊക്കെ വെള്ളത്തിലായിരുന്നു. നിങ്ങൾ ഈ ബിസിനസ്സിനെ ഒരുപാട് ബാധിച്ചില്ല? എൻ്റെ ബിസിനസ്സിന് എല്ലാ ബിസിനസ്സിനും ബാധിച്ചില്ല. നിങ്ങൾ തമ്മിലുള്ള ഒരു കോർഡിനേഷൻ വരെ 2 പിളർന്നു എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മളെ രണ്ടത്താണി അങ്ങാടി കേട്ടോ. രണ്ടത്താണി അങ്ങാടിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്ന കടകളൊക്കെ. അവിടെ ഒരു ഹോസ്പിറ്റൽ വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് ഇപ്പോൾ പണി കാര്യങ്ങളൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് സമരം കാര്യങ്ങളൊക്കെ ആയപ്പോൾ നിർത്തി വെച്ചാണ്. ഒരാൾ ഇതാ ആയിക്കോടി നടന്നു വരുന്നു കേട്ടോ. ആ റോഡ് കവർ ചെയ്യുന്ന ഒരു രംഗമാണ് ഈ കാണുന്നത്. ഒരു വ്യക്തി കവർ ചെയ്ത് വരികയാണ്. വെയിറ്റ് ചെയ്യണം കേട്ടോ, വണ്ടികളൊക്കെ പോകുന്നത് പാസ് ചെയ്യുന്നതൊക്കെ വെയിറ്റ് ചെയ്യണം മൂപ്പര്. ഇപ്പോൾ ജുമാൻ്റെ നേരെ ആയതുകൊണ്ട് വണ്ടി കുറച്ച് കുറവുണ്ട്. ഒരാൾ അങ്ങോട്ട് കയറാനും വേണ്ടി നിൽക്കുന്നുണ്ട്, ഒരാൾ ഇറങ്ങാനും നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ജനങ്ങൾക്ക് ദ്രോഹമായിട്ടുള്ളൊരു സമീപനമാണ് ഈ അണ്ടർ പാസിങ് ഇല്ലാത്തതെന്നുള്ളതാണ്. ബ്രോ, ഒരു പബ്ലിക് ഒപ്പീനിയൻ എടുക്കട്ടെ ഇപ്പോൾ ഈ പാസ് ചെയ്തതിനെ പറ്റിയിട്ട്. ജസ്റ്റ് അണ്ടർ പാസിങ് ഇല്ലാത്തതിനെ പറ്റിയിട്ട്. ഇനി ഇതും കിട്ടൂല, ഇനി ഇതും കിട്ടാൻ പോണില്ല നമുക്ക്. അല്ല, ഇനി ഇതും കിട്ടാൻ പോണില്ല. നിങ്ങളൊരു അഭിപ്രായം ഇപ്പോൾ ഈ പാസ് ചെയ്യുന്നതിനെ പറ്റിയുള്ള അഭിപ്രായം? ഓക്കെ ശരി. എന്തായാലും റിസ്ക് അല്ല. ശരി. അപ്പോൾ ഇത് കാടാമ്പുഴക്ക് പോണ റോഡ് കേട്ടോ. കാടാമ്പുഴ ആ ഏരിയക്ക് പോണ റോഡാണ്. വളാഞ്ചേരിക്കൊക്കെ ഉള്ള ഷോർട്ട് കട്ടാണ്. ഒരു കാക്ക തട്ട് വരുന്നത്. ഇതാണ് അവസ്ഥ, അതാണ് അവസ്ഥ. ഇവിടെ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഈ ഗ്യാപ്പിലൂടെ നടന്നു പോകുന്നത് മാത്രമേ ഉള്ളൂ. കാക്ക കടക്കാൻ വേണ്ടി നിൽക്കണേ. കാക്ക വന്നു കഴിഞ്ഞാൽ കാക്കാൻ്റെ ഒപ്പീനിയൻ എടുക്കണം. കാക്ക അസ്സലാമു അലൈക്കും. ഇപ്പോൾ നിങ്ങൾ ഈ കടന്നതിനെ പറ്റിയിട്ട് നിങ്ങളൊരു അഭിപ്രായം? തെറ്റല്ലേ? അണ്ടർ പാസിങ്ങിനെ പറ്റിയിട്ട്? അതെ. ഇനി കിട്ടുമോ ഇങ്ങനെ ഒരു അവസരം പണി തീർന്നാൽ? ഇപ്പോൾ നിങ്ങൾക്കിത് വേണോ വേണ്ടേ? വേണമെന്നല്ലേ? ഈ ചൂടും കൊണ്ടിട്ട് അപ്പുറം കടക്കൽ ടാസ്ക് തന്നെ അല്ലേ? വണ്ടിയിട്ട് പോകണമെങ്കിൽ 1.5 കിലോമീറ്റർ ചുറ്റണം. ഇൻഷാല്ല. നിങ്ങളിവിടെ ഉള്ള ആളാ? നിങ്ങളെ കുട്ടിക്കാലമൊക്കെ ഇപ്പോൾ എങ്ങനെയാണ്? ഇനി ഈ റോഡ് വന്നു കഴിഞ്ഞാലുള്ള നിങ്ങളെ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആവാൻ പോണത്? പോവും. പക്ഷേ എങ്കിലും നമ്മൾ ഈ ലോങ് ഡിസ്റ്റൻസ് കൂടിയില്ലേ, അപ്പോഴുള്ളൊരു ബുദ്ധിമുട്ടാണ്. പോയിട്ടിരിക്കണം. അപ്പോൾ നിങ്ങളെ ഈ കുട്ടിക്കാലം ഉള്ള അങ്ങാടി ഇപ്പോൾ നഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് 2 വിഭജിച്ച് ഇപ്പുറത്തുള്ള ആൾക്കാർ ഇപ്പുറത്തും അപ്പുറത്തുള്ള ആൾക്കാർ അപ്പുറത്തും ഒതുങ്ങേണ്ട ഒരു ഇതായി. സംശയമല്ലേ? എന്തായാലും നടപ്പാതം വേണം എന്നുള്ളൊരു ആവശ്യം തന്നെയല്ലേ? ഇൻഷാ അല്ലാ കേട്ടോ. പ്രായമായ ആളുകളൊക്കെ ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് അപ്പുറം പാസ് ചെയ്ത് പോകുന്നത്. കണ്ടില്ല? ഇനി ഇവർക്ക് ഇങ്ങനെ കറങ്ങി ആ ഏരിയക്ക് എത്തണം, അത്രയും ദൂരം. കാക്ക നടക്കാൻ പോകണോ? എന്താ പേര് കാക്കാൻ്റെ? ഇവിടെയാണ് വീട്. എങ്ങനെ ഇപ്പോൾ ഈ പാലം ഇങ്ങനെ വന്നതിന് ഈ റോഡ് ഇങ്ങനെ വന്നതിനെ കുറിച്ച് എങ്ങനെ നോക്കി കാണണേ? ഇനിയിപ്പോൾ ഫില്ലായി കഴിഞ്ഞാൽ അതുപോലെ നടക്കാൻ പറ്റുമോ? അപ്പോൾ എന്താണ് നിങ്ങളെ ആവശ്യം? വഴി വേണം, നിർബന്ധമാണ്. അതായത് ലിമിറ്റഡ് സ്റ്റോപ്പ് വരെ നിർത്തിയുന്ന അങ്ങാടിയാണ് അല്ലേ? പിന്നെ ഇവിടെ ഇപ്പോൾ ഒരു മാവേലി സ്റ്റോർ പോകണമെന്നുണ്ടെങ്കിൽ വലിയ പാടാണ്. പോസ്റ്റ് ഓഫീസ് അപ്പുറത്താണ്. നിങ്ങളെ കുട്ടിക്കാലം എങ്ങനെ ഇനി 2 പിളറാൻ പോകുന്നുണ്ടോ? ഇല്ലേ? അങ്ങനെ തന്നെയല്ലേ ഇപ്പോൾ? മൊത്തത്തിൽ 2 പിളർന്നു എന്നുള്ളതാണ് അല്ലേ?
മൊത്തത്തിൽ അങ്ങനെ തന്നെയാണ്. ഭാഗം രണ്ടായി പിളർന്നില്ലേ. ഇനിയിപ്പോ ഏട്ടൻ എങ്ങോട്ട് പോണേ? ഈ അങ്ങാടിയിൽ എങ്ങോട്ട് പോണേ? അവിടെ പോയിട്ട് ഇറച്ചി മാർക്കറ്റിൽ പോകണം. ആ റെഡ് കാണുന്ന ഭാഗത്തേക്ക് അല്ലേ? അപ്പൊ ഇതിൽ കൂടെ ഇങ്ങനെ നടന്ന് അങ്ങനെ പോണം. ഇനിയിപ്പോ ഈ റോഡ് ഫില്ലായി കഴിഞ്ഞാൽ അതും നടക്കൂല. പിന്നെ അപ്പുറത്തൊരു വഴിയുണ്ട്, അത് ശാശ്വതമല്ല. അത് വെള്ളം വന്ന് ഒഴിവാക്കാനുള്ള ഒരു വഴി. മഴക്കാലമായി കഴിഞ്ഞാൽ വെള്ളം വരും, പിന്നെ നടക്കാൻ കഴിയൂല എന്നാ പറയണത്. ഓക്കെ. അപ്പൊ നമ്മളെ ആവശ്യം എന്താ? നടപ്പാതെ വേണം. ഓക്കെ ഇൻഷാല്ലാ നമ്മളെ ആഗ്രഹം ശാശ്വതമാവട്ടെ. അതാണ് ഞങ്ങൾക്ക് ആവശ്യം. അതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ അവസ്ഥ. ഈ ഒരു വ്യക്തി അതാ കവർ ചെയ്ത് പോണ്. ആ ഒരു വ്യക്തി അവിടെ എത്തി. ആ ഒരു ഏട്ടനെ നമ്മളോട് പ്രതികരിച്ച ഏട്ടനെ ഇത്രത്തോളം എഫേർട്ട് എടുക്കുകയാണെന്നുള്ളതാണ്. ഇനിയിപ്പോൾ റോഡ് പണി തീർന്നു കഴിഞ്ഞാൽ ഇത്രയും നടക്കൂല. വെരി 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 നിങ്ങളാണ് കിട്ടേണ്ടത്. വെരി 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 വെരി. ഏട്ടൻ്റെ പേരെന്താ? ഏട്ടന് ഇവിടെ തന്നെയാണോ? എവിടെ വീട്? കാടാമ്പുഴ. ഇതിൽ കൂടെ ഇപ്പൊ നടന്നതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നടക്കണം. ഇനിയിപ്പോ റോഡ് പണി പൂർത്തിയായി കഴിഞ്ഞാൽ നടക്കാൻ പറ്റുമോ? അപ്പൊ എന്താണ് ഇവിടെ ആവശ്യം? മേലക്കൂടി ഇല്ലെങ്കിൽ അടികൂടി? എന്തായാലും രണ്ടാൾക്ക് നടക്കാനുള്ള ഒരു നടപടി വേണമെന്നുള്ളതാണ് അല്ലേ? ഇനി ഇത് കൂടെ നടക്കൂല കേട്ടോ റോഡ് പണി എന്നാല്. അപ്പൊ അങ്ങനെയല്ല, അവിടെ ഇല്ല, ഇവിടെ നഷ്ടപ്പെടുത്തിയാണ്. ഉണ്ടാക്കട്ടെ എന്നാണ്. ഉണ്ടാക്കണം. അതാണ് നമ്മളെ ആവശ്യം. അതെ. ഇതവരൊക്കെ മുറിച്ച് കടന്ന് പോണ ആൾക്കാരട്ടോ. അതെ. ഇപ്പൊ ഈ വന്നതിനെ പറ്റിട്ട് എന്താ കാക്കക്ക് പറയാനുള്ളത്? ഇപ്പൊ ഈ റോഡ് മുറിച്ച് കടന്ന് വന്നതിനെ പറ്റിട്ട് അവിടെ നിൽക്കി നിങ്ങളെ മുന്നേ നിൽക്കട്ടെ. നിങ്ങൾ ഈ നാട്ടിലല്ല തന്നെ? എവിടെ വീട്? ഇവിടെ ഇപ്പൊ ഈ നടത്തഞ്ഞിപ്പോ റോഡ് പണി തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നടക്കുവോ? നടക്കൂല. ഇപ്പൊ നമ്മളെ ആവശ്യം എന്താണ്? എല്ലാവർക്കും വെച്ചെടുക്കുക, അല്ലാതെ വേറെ പരിപാടി ഒന്നുമില്ല. അപ്പൊ നിങ്ങളെ കുട്ടിക്കാലം ഇതൊക്കെ ഇവിടെ നഷ്ടപ്പെട്ട് രണ്ടായി മാറി. അപ്പൊ അതൊക്കെ രണ്ടായി മാറി. ഇൻഷാല്ലാ മൊത്തം പോയി. ഏതായാലും രണ്ടുപേരും വരട്ടെ, അല്ല നടപ്പാതെ വരട്ടെ. അതെ. ഇവിടെ ഈ കോണിയൊക്കെ വെച്ചിട്ട് കുട്ടികളൊക്കെ കയറണൊക്കെ കണ്ടീന്. അതെ. അത് വർഷക്കാലം ആവോളോ അല്ലാതെ അത് കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ കിടക്കലങ്ങനെ ഇവിടെ സ്കൂള്, മദ്രസ, അതുപോലെ പള്ളി എല്ലാം മാറാക്കര അങ്ങനെ ആ ഭാഗത്ത് എന്റെ വീട് കൽപ്പഞ്ചേരി പഞ്ചായത്താണ്. എനിക്ക് അവിടുന്ന് എന്റെ കടയിൽ കൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ ചെനക്കൽ പോയി ചിറ്റിട്ട് വന്നിട്ട് വീട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ പൂഞ്ഞ പോയി കളിക്കും. ഇപ്പൊ ആ അങ്ങാടിയിലുള്ള അതേ സംവിധാനങ്ങളൊക്കെ ഇവിടെയും വരേണ്ട അവസ്ഥയായി. പള്ളിയും മദ്രസൊക്കെ. അതെ. ഇപ്പൊ ഇവിടെ പൊതുവെയുള്ള ആവശ്യം എന്താ? ഈ റോഡ് പണി വരുന്നതിന് മുന്നേ, അല്ല തീരുന്നതിന് മുന്നേ അങ്ങോട്ട് കിടക്കാനുള്ളൊരു സൗകര്യം ചെയ്തു തരണം. ഇൻഷാല്ലാ നടക്കട്ടെ എന്നാണ് നമ്മളൊക്കെ ആഗ്രഹം. ഇൻഷാല്ലാ. അതെ. ഇവിടെ അവിടെ ആവശ്യം ഉണ്ടായില്ല അല്ലേ? പൂവഞ്ചനിക്ക് ആവശ്യം ഉണ്ടായില്ല. ഇവിടെ നിന്ന് മസ്റ്റായിട്ട് ആവശ്യം ഉണ്ടായില്ല. അതെ. ഇവിടെ ഉണ്ടാവും എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. പക്ഷെ സംഭവിക്കാതിരുന്നപ്പോഴാണ് ആലിളകിക്കണേ. അങ്ങനെ മാറ്റം വന്നാണ് അല്ലേ? അതെ. ഇതൊരു അങ്ങാടി അല്ലാതായി മാറി. മെയിൻ അങ്ങാടി അല്ലാതെ മാറി ഇപ്പോൾ ഈ റോഡ് വന്നതിന് ശേഷം. മെയിൻ അങ്ങാടി അല്ലാതെ ഇത് ചെറിയൊരു അങ്ങാടി പെട്ട് അത്രയും വലിയ ചന്തയും കാര്യങ്ങളൊക്കെ നടന്ന് സെറ്റപ്പായി നടന്നിരുന്നൊരു അങ്ങാടി. അപ്പോൾ നമ്മൾ കാണുന്നത് ഈ റോഡാണ് കേട്ടോ. ഈ റോഡാണ് ഈ മുറിച്ച് കിടക്കലാണ് സംഭവിക്കുന്നത്. അത് ആൾ മുറിച്ച് കിടക്കണേ, ഈ ആൾ മുറിച്ച് കിടക്കണേ, ഒരാളിത് ഇതിൽ കൂടെ വരുന്നത്. അപ്പോൾ ഈ റോഡ് ഇവിടെ ഇങ്ങനെ ഫില്ലാവുന്നതിന് മുന്നേ മിനിമം എന്തെങ്കിലും ഒരു പ്ലാനിങ്ങോട് കൂടി അടിയിൽ രണ്ടുവരിപ്പാത, അടിയിലൊരു നടപ്പാത ഉണ്ടാക്കുക എന്നുള്ളതാണ് എല്ലാവരും ആവശ്യം കേട്ടോ. ഈ റോഡ് ഫില്ലായി കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ കഴിയില്ല. മൊത്തം അടച്ചു കഴിഞ്ഞാൽ ഒരു അങ്ങാടിയെ രണ്ടാക്കി, എല്ലാ സ്ഥാപനങ്ങളും എല്ലാം രണ്ടാക്കി വിഭജിച്ച ഒരു അങ്ങാടിയാണ്. കാക്ക എവിടുക്കാ? അസ്സലാമു അലൈക്കും. എവിടുക്കാണ് നിങ്ങൾ? അങ്ങാടിക്ക്. റോഡ് പണി കഴിഞ്ഞാൽ ഇതുപോലെ നടക്കാൻ പറ്റുമോ?
പറ്റില്ല. അപ്പോൾ എന്താ നമ്മൾ ആവശ്യം ഇവിടെ ഇപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ട എന്താ? നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം എന്താ? നടപ്പാസ് കിട്ടണം. ഇൻഷാല്ലാ ആഗ്രഹം നടക്കട്ടെ. എല്ലാവരും ആവശ്യം അതാണ്. പള്ളിയിൽ പോണവരുണ്ട് ഒരുപാട്, ഒക്കെ ഇത് ക്രോസ് ചെയ്യാണ്. ഇനി ഭാവിയിൽ ഇങ്ങനെ ഒരു ക്രോസിങ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ചെയ്യുന്നതിലും വലിയ വില കൊടുക്കേണ്ടി വരും അല്ലേ? മെയിൻ റോഡാണ് നമ്മളെ കാടാമ്പൊക്കെയുള്ള ഈ റോഡ് അല്ലേ? ശരി ശരി ഇൻഷാല്ലാ. അപ്പോൾ നമ്മളുള്ളത് രണ്ടത്താണിയിലാട്ടോ. രണ്ടത്താണി ഇങ്ങനെ ഈ റോഡ് വരുന്നതിന് മുന്നേ ഒന്നായിരുന്നു, ആ കാണുന്നതും ഇവിടെയൊക്കെ ആയിട്ട്. ഇപ്പോൾ രണ്ടായി വിഭജിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പബ്ലിക് ഒപ്പീനിയനാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഈ കാണുന്ന ഇവിടെ നിന്നാണ് അണ്ടർ പാസിങ് ശരിക്കും കിട്ടുന്നത്. അതായത് അങ്ങാടിയ സെൻട്രൽ ഭാഗം എന്ന് പറയുന്നത് ഈ ഏരിയ കേട്ടോ. ഇവിടെ നിന്നാണ് കറക്റ്റ് കിട്ടേണ്ടിയിരുന്നത്. ഇവിടെ നിന്ന് കിട്ടാത്തതുകൊണ്ടാണ് പല പ്രശ്നങ്ങളൊന്നും നേരിടുന്നത്. കാരണം വലിയൊരു അങ്ങാടി, പണ്ട് കാലത്തെ വലിയൊരു അങ്ങാടിയായിട്ടാണ് ഈ ഒരു അങ്ങാടിനെ കാണുക. അസ്സലാമു അലൈക്കും. എവിടേക്കാണ് കാക്ക പോണേ? പള്ളിക്കൊക്കെ. നമ്മളിവിടെ ഈ അണ്ടർ പാസിങ് ഇല്ലാത്തതിനെ പറ്റിയിട്ട് കാക്കാൻ്റെ ഒരു പ്രതികരണം എന്താ അവസ്ഥ? എവിടേക്കപ്പോൾ പോണേ? റോഡ് മുറിച്ച് കിടക്കണോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. നമ്മളെ ആവശ്യം എന്താ ഇപ്പോൾ? മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആഗ്രഹം വഴി വേണം. അതിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? ജസ്റ്റ് എന്താ പറയാനുള്ളത് അതിനെ പറ്റിയിട്ട്? രാഷ്ട്രീയ കളി അല്ല വേറെന്താ പറയാ. ഈ അങ്ങാടിയെ ഇങ്ങനെ രണ്ടായി വിഭജിച്ചതിനെ കുറിച്ച് നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു പ്രതികരണം എന്താ? അതേനെ ഇത് ജനങ്ങൾ മൊത്തത്തിൽ കൊടുക്കുന്നുണ്ട്. അന്ന് കിട്ടിയിരുന്നു. ഇവിടെ വരും എന്നുള്ളതാണ് എല്ലാവരും പ്രതീക്ഷയും. പക്ഷെ ഇവിടെ ഉണ്ടാവാതായി പോയില്ല. എല്ലായിടത്തും ഉണ്ട്. എല്ലായിടത്തും ചെറിയ വീതി കുറഞ്ഞതെങ്കിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ മാത്രം കിട്ടിയില്ല. നിങ്ങൾ രാഷ്ട്രീയ കളി കളിച്ചത്. നിങ്ങൾ ഓട്ടോ ഡ്രൈവർ അല്ലേ? ഇപ്പോൾ ഇവിടെ യാത്രേനൊക്കെ പറ്റിയിട്ട് എങ്ങനെയാണ് ഇപ്പോൾ പൊതുവേ ആളുകളെ ഒരു പ്രതികരണം? അതായത് ചുറ്റി കറങ്ങിയിട്ട് പോകുമ്പോഴുള്ള എക്സ്പെൻസ് കൂടുതൽ, കാര്യങ്ങളൊക്കെ വരുമ്പോഴുള്ള ഒരു അഭിപ്രായം. അതായത് ഇപ്പോൾ ഒരു 50 റുപ്യ ഹോട്ടലിലോടത്തേക്ക് എന്തായാലും 70 രൂപ ആയിട്ടുണ്ടാവില്ലേ കറക്കം കൊണ്ട്? ജനങ്ങൾ കുടുങ്ങി അല്ലേ? ഇനി ഇവിടെ അങ്ങനെ വരാം. അതെ ഹോട്ടലില്ല. ചുരുക്കം പറഞ്ഞാൽ ഓട്ടോക്കാർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണല്ലേ പൊതുവെ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട്. ആ ഇപ്പോൾ ചെനക്ക് പോകാൻ പോയി തിരിഞ്ഞു വേണ്ട. ചിലവർക്ക് പോയാൽ മോതിന് പോയി തിരിഞ്ഞേണ്ട അവസ്ഥ. ഞാൻ ഞങ്ങൾക്ക് കിട്ടുന്ന അത്ര ഒരു 10-20 ഏറെ കിട്ടുള്ളൂ. അതുകൊണ്ട് മുതലാവില്ല. കൂടുതൽ മേടിക്കാനും പറ്റില്ല. കാരണം പൊതുവെ അങ്ങാടി എന്നുള്ളൊരു വാടക ഉണ്ട്. അതെ. ഇപ്പോൾ ഇവിടെ ഈ റോഡ് പണി തീരുന്നതിന് മുന്നേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ചാൻസ് കാണുന്നുണ്ടോ വരാനുള്ള? കഴിഞ്ഞില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥം എന്നുള്ളതാണ് പൊതുവെ ആളുകളൊരു വിലയിരുത്തൽ കേട്ടോ. എന്താണ് അതിൽ എഴുതിക്കണമെന്നുള്ള വായിച്ചിട്ടില്ല. എന്തെങ്കിലും ഒരു അഭിപ്രായം രണ്ടത്താണി രണ്ടാക്കിയതിൽ? ഒന്നാമത് എല്ലാ പൊതുമേഖലയും ഫുള്ളായിട്ട് വായിച്ചെടുക്കും. ഇത്രയും റെൻറ്റും കാര്യങ്ങളും കൊടുക്കുന്നത് ഈ ഒരു ഇത് വന്നതിന് ശേഷം ഒരുമാതിരി കച്ചവടമൊക്കെ വളരെ ഡള്ളായ കച്ചവടം മാത്രമല്ല ഓട്ടോക്കാരുടെ അവസ്ഥ ആണെങ്കിലും മൊത്തത്തിൽ മോശമാണ് ഈ ഒരു. ഇപ്പോൾ ആ ഏരിയയിൽ നിന്നൊക്കെ വന്നിരുന്ന കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇല്ലാതായില്ലേ? ഇപ്പോൾ ഈ ഏരിയയിലേക്ക് ആ ഏരിയയിൽ മുന്നോട്ട് ഒരു വണ്ടിക്കാരന് വരണമെന്നുണ്ടെങ്കിൽ ഒരു മാക്സിമം ഒരു 3-3.5 കിലോമീറ്റർ പോയിട്ട് വേണം. വണ്ടിക്കാർ പറയണേ 50 റുപ്യ മേടിക്കേണ്ടടത്തേക്ക് ഇപ്പോൾ 70 റുപ്യ മേടിക്കണം എന്നുള്ളത് വേണ്ടിയ അവസ്ഥയാണ്. അല്ല ഓട്ടോക്കാരൊക്കെ അവസ്ഥ അറിയാം. ശരിക്കും വരേണ്ടത് ഈ ഭാഗത്ത് നിന്ന് അല്ലേ? ഇവിടെ എങ്ങനെ ആയിട്ടല്ല വരേണ്ടിരുന്നത്? ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ബെറ്റർ ആയിരുന്നു. കറക്റ്റ് ആയിരുന്നില്ല. ഉത്തരത്താണി വിട്ട് കഴിഞ്ഞാൽ പിന്നുള്ള അങ്ങാടി ഇതാണ്. ഒരു കാലത്ത് വലിയ പുത്തനാനിയിലേറെ വലിയൊരു അങ്ങാടിയായിരുന്നു രണ്ടത്താണി. ഇപ്പം വളരെ ഡള്ളാണ്. ഒന്നാമത് ഈ വെയിലും കൊണ്ട് അതിനെ ചുറ്റി നടക്കാത്ത കാര്യമാണ്. ഇപ്പം ഇവിടെ ഈ സൈഡ് ആ സൈഡ് മൊത്തം വെള്ളമായി കിടക്കും. ഇപ്പോൾ പൊതുവേ നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു ആഗ്രഹം എന്താ? ഈ റോഡിന് ഇത് വരണം എന്നുള്ളതല്ലേ? ഒന്നാമത് കടലിൻ്റെ ഞാൻ ഇവിടുത്തെ പണിക്കാരനാണ്, ഓടിക്കാരനാണ്. എന്നാലും മുതലാളിമാരെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അവിടെ നിന്നൊക്കെ പള്ളികൾക്ക് വരുന്ന ആൾക്കാരോട് നമ്മൾ ചോദിച്ചപ്പോൾ പറയാം അവിടെ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും നടക്കൂലല്ലോ എന്നാണ് പറയണേ.
ഈ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ കുറച്ച് കസ്റ്റമേഴ്സ് കിട്ടുന്നുണ്ട് ജ്യൂസ് കുടിക്കാനൊക്കെ. അപ്പോൾ ഇന്നലെ ഒരാൾ ഇതുപോലത്തെ കൊച്ചിനെ കൊണ്ട് വന്ന് അതിൽ ചുറ്റിയതാണ് സമയത്താണ്. അതായത് നമ്മളെ ബന്ധങ്ങളും രണ്ടായി, ബിസിനസ്സും രണ്ടായി, എല്ലാം കൊണ്ട് രണ്ടത്താണി രണ്ടാക്കി. ഇവിടെ ഒരു ഔട്ട് പാസ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ അല്ലേ? ഈ റോഡ് പണി തീരുന്നതിന് മുന്നേ കിട്ടണം എന്നുള്ളതാണ് അല്ലേ? പിന്നെ കിട്ടില്ല. പിന്നെ ഒരു കാരണവശാലും ഇതാണ് രണ്ടത്താണിയിലെ പഴയ അങ്ങാടി കേട്ടോ. പഴയ അങ്ങാടിയുടെ സെൻട്രൽ ഭാഗമായിട്ട് വരും ഈ ഒരു പ്രദേശം. ഇപ്പോൾ കച്ചവടക്കാർ മൊത്തത്തിൽ ഡള്ളായി എന്നുള്ളൊരു അവസ്ഥയാണ് എല്ലാവരും പറയുന്നത്. കാക്കാൻ്റെ അഭിപ്രായം എന്താ? അപ്പോൾ ഈ പാലം ഇങ്ങനെ വന്നതുകൊണ്ട് പൊതുവേ ഉള്ളൊരു അഭിപ്രായം, മനസ്സിൻ്റെ ഉള്ളിൽ അഭിപ്രായം, നമ്മളെ താഴെ അണ്ടർ പാസിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടുള്ള കച്ചവടത്തിൻ്റെയും പിന്നെ പൊതുവെ നമ്മളെ ബന്ധങ്ങളും എല്ലാം രണ്ടായില്ലേ? കുറഞ്ഞ് ഇനിയിപ്പോൾ നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു ആഗ്രഹം എന്താണ്? ഇവിടെ വേണമെന്നുള്ളൊരു ആഗ്രഹം എന്താണ്? അണ്ടർ പാസിങ് വേണമെന്നുള്ളൊരു ആഗ്രഹം തന്നെയാണല്ലേ ഉള്ളിൻ്റെ ഉള്ളിൽ? ഇൻഷാ അല്ലാഹ് നടക്കട്ടെ. അതെ അതെ, അത് നിർബന്ധമാണല്ലേ ഇവിടെ. ഇപ്പം നിങ്ങളെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ ആയത്? ബിസിനസ്സും കാര്യങ്ങളും പിന്നെ ബന്ധങ്ങളൊക്കെ എങ്ങനെ ഇപ്പോൾ ആയത്? ബിസിനസ്സും മോശമായി. അപ്പോൾ നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു ആഗ്രഹം അണ്ടർ പാസിങ് വേണമെന്നുള്ളതാണ് അല്ലേ? ഇതല്ലേ പഴയ ഒരു സെൻട്രൽ അങ്ങാടിയായിട്ട് വരുന്ന ഒരു പ്രദേശം ഇതല്ലേ? ആ അതെ അതെ. ഇവിടെ ഈ പാലം പോയിട്ട് നിങ്ങൾക്ക് അണ്ടർ പാസിങ് ഇല്ലാത്ത ഉള്ളൊരു അഭിപ്രായം? നിങ്ങളെ ബന്ധങ്ങളും കച്ചവടവും കാര്യങ്ങളൊക്കെ എന്തായി? എല്ലാം മോശമായി. വരുന്നത് ചേലക്കുത്ത് ഭാഗത്തുനിന്ന് അല്ലേ? ചേലക്കുത്ത് ഭാഗത്തുനിന്ന് പിന്നെ പൂവഞ്ചന ഓടണം പോകാണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട്. അപ്പോൾ 2 കിലോമീറ്റർ ഓടണം. അതായത് 1/2 കിലോമീറ്റർ കൊണ്ട് അങ്ങാടിക്ക് എത്തിയിട്ടാണ് 2 കിലോമീറ്റർ ഓടിക്കുന്നത്. ആദ്യം എത്ര കിലോമീറ്റർ കൊണ്ട് എത്തിയത്? 1 കിലോമീറ്റർ കൊണ്ട് എത്തിയത്. ഓക്കെ ഓക്കെ. കച്ചവടത്തിനൊക്കെ എങ്ങനെ വായിച്ചിരിക്കണേ? ഈ പാലം വന്നതുകൊണ്ടോ അണ്ടർ പാസിങ് ഇല്ലാത്തതുകൊണ്ടോ? ചെറുതായിട്ട് വായിച്ചിട്ടുള്ളൂ, അത്യാവശ്യം വായിച്ചിരിക്കണേ. ബന്ധങ്ങളൊക്കെ ഈ ഭാഗത്തുള്ളതുണ്ട്. പിന്നെ യാത്രകൾ മോശമായി. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരാഗ്രഹം എന്താണ്? ഈ പാലം പണി പൂർത്തിയാവുന്നതിന് മുന്നേ വഴി വേണം. ആൾക്കാർ എങ്ങനെ പോകണ്ടെന്ന് പറഞ്ഞത്? പിന്നെ ഡ്രൈനേജ് പോകുന്ന വഴിയുണ്ട്, ഒരു മട മാതിരി. മട അല്ലേ? ആ മടയിൽ കൂടി ഒരാൾക്ക് വീശിക്കാൻ പറ്റുമോ? വീശിക്കല്ലേ? മഴക്കാലം വന്നാൽ പറ്റില്ല. പിന്നെ അപ്പോൾ തൽക്കാലം കൂടെ പോകുന്നുണ്ട് അല്ലേ? ഈ മടയിൽ കൂടെ ആൾക്കാർ വരുന്നതിനെ പറ്റിയിട്ട് ബ്രോഡ് അഭിപ്രായം എന്താ? ഈ കാണുന്നത് ഈ ആൾക്കാരും കുട്ടികളൊക്കെ ആ ഓവിച്ചാലിലൂടെ പോകുന്നത് കാണുമ്പോൾ ഭയങ്കര ദയനീയ അവസ്ഥയാണ്. കാരണം കുട്ടികളും നാട്ടുകാരൊക്കെ, സ്ത്രീകളായ ആൾക്കാരൊക്കെ ഇതിൽ കൂടി പോകേണ്ടതാണ്. ബ്രോന്റെ കട ഇതിന്റെ തൊട്ടടുത്തുള്ളത് അല്ലേ? ഈ കാണുന്ന ഓവിച്ചാലല്ലേ? ഈ കാണുന്ന വർഷക്കാലം വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ പോക്ക് നടക്കുമോ? ഇല്ല. കാരണം വർഷകാലം ആയാൽ തന്നെ ഇവിടെ തന്നെ നല്ല അവിടുന്ന് വെള്ളം കൂടെ വലിച്ചു വന്നാൽ ഇവിടെ നല്ല വെള്ളമാവും. പിന്നെ വെള്ളം ഫുള്ള് ഒഴിപ്പിച്ചാൽക്കാണ് വന്ന് ചാടുക. ആയിക്കോട്ടെ. പിന്നെ നടക്കാനും കഴിയൂല, നടക്കാനും പറ്റില്ല, ഒന്നിനും പറ്റില്ല. പിന്നെ മണ്ണൊക്കെ അടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് തൂരാൻ ചാൻസ് ഉണ്ട് അല്ലേ? അപ്പം ഇവിടെ ഓവിച്ചാലും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അത് അടിയുകയും ചെയ്യും. അപ്പം ഇവിടെ ഈ ഏരിയയിലുള്ള ആൾക്കാരെ പൊതുവെ ഉള്ളൊരു വികാരം എന്താ? എല്ലാവരും ഇതിന് സമരം കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടില്ല. എല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ അടിപ്പാത വേണം, നടപ്പാത വേണമെന്നുള്ളതാണ്. അതിന് മാത്രമാണല്ലേ? എല്ലാവരും ഒരേ ഒരു വികാരത്തിലാണ് അപ്പോൾ ഈ നാട്. എല്ലാം രണ്ടായി. മച്ചാൻ്റെ ആ സൈഡിലുള്ള ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഒക്കെ ഇപ്പോൾ നമുക്ക് അവരിപ്പോൾ ഇങ്ങോട്ട് ഡിസ്റ്റൻസ് കൂടിയതുകൊണ്ട് വരവില്ല, വരവൊന്ന് ഡൗൺ ആയി. ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? നമ്മൾ പോവാണെങ്കിലും നമ്മൾ കറങ്ങി തിരിഞ്ഞു പോകണം. ഓട്ടോക്കാരൊക്കെ പറഞ്ഞത് 50 റുപ്യ എടുക്കുന്നിടത്തേക്ക് ഇപ്പോൾ 70 ഭയങ്കര പ്രശ്നം. ശരി ബ്രോ. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ബ്രോൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു അഭിപ്രായം, നമ്മളെ അഭിപ്രായം നമ്മൾ പറയണ്ടേ? ഇവിടെ ഇപ്പോൾ ഇത്രയും വലിയൊരു അങ്ങാടി, കാലങ്ങളായിട്ട് പഴമ നിലനിർത്തിയൊരു അങ്ങാടി രണ്ടാക്കി മാറ്റിയിട്ട്, നിങ്ങളെ ബന്ധങ്ങളൊക്കെ രണ്ടാക്കി മാറ്റിയിട്ട്, പിന്നെ ഇപ്പോൾ അതിനൊരു അഭിപ്രായം പറയണ്ടേ? ഈ റോഡല്ലേ ഇപ്പോൾ മെയിനായിട്ട് ഉപയോഗിച്ചിരുന്നത്? അതായത് ചേലക്കുത്ത് വഴി പോണ കാടാമ്പേ റോഡല്ലേ മെയിനായിട്ട് ഉപയോഗിച്ചിരുന്നത്? ആ റോഡൊക്കെ ഇപ്പോൾ അവിടെ നിന്നുള്ള ബന്ധങ്ങളൊക്കെ ഒഴിവായി അല്ലേ? അപ്പം ബ്രോൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആഗ്രഹം എന്താ ഇവിടെ ഇപ്പോൾ മെയിനായിട്ട്?
സ്കൂൾ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ്, പള്ളിക്ക് പോകണവർക്ക് എവിടെ ഇപ്പോൾ കോണിയൊക്കെ വെച്ച് കയറിയെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ കുട്ടികളെ. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര പ്രയാസം തന്നെ അല്ലേ ഈ കാലഘട്ടത്തിൽ അങ്ങനെ. അപ്പോൾ ബ്രോൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പോൾ ഒരു നടപ്പാതെ വരണമെന്നുള്ള ആഗ്രഹം ഉണ്ടോ? വരണമെന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹമുണ്ട്. അസ്സലാമു അലൈക്കും. ധൃതിയായിട്ട് വരികയാണെന്ന് മനസ്സിലായി. ഈ വരവിനെ കുറിച്ച് എന്താ പറയാനുള്ളത് കാക്കും ഇപ്പോൾ ഈ വന്നതിനെ കുറിച്ചിട്ട്? ഇത് നല്ല രീതിയിലാണ്, ഇത് ശാശ്വതമായി കിട്ടിയാൽ മതി. ഇത് ശാശ്വതമാവണം. പക്ഷെ ഇവിടെ ഇനി വെള്ളം വന്നു കഴിഞ്ഞാൽ ശാശ്വതമാവില്ലല്ലോ. വെള്ളം ഇതിലേക്ക് വിടരുത്, അതിനുള്ള പരിപാടി ചെയ്യണം. അപ്പോൾ കറക്റ്റായിട്ട് പോകാനും വരാനുള്ളൊരു നടപ്പാത വേണം. അത് വേണം, ഇതുകൊണ്ട് കാര്യമില്ല. അല്ല അത് തന്നില്ലെങ്കിൽ ഇതെങ്കിലും ഇതെങ്കിലും വേണമെന്നുള്ളതാണ്. അതാണ്. ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ അടിഭാഗമാണ് കേട്ടോ. ഓ ഡേഞ്ചർ ഡേഞ്ചർ. ഒരു 7 അടിയുള്ള ആൾ വന്നു കഴിഞ്ഞാൽ ഇത് കൂടെ നടക്കാൻ പറ്റില്ല കേട്ടോ ബസ്സേ. ഓഹ് കഷ്ടപ്പാട്. എന്തപ്പോൾ ഇതിൻ്റെ അവസ്ഥ? ഇതിൽ കൂടെ നടന്നു വരാം. 2 സ്റ്റെപ്പ് വെച്ചിട്ടുണ്ടെന്ന് തന്നെ ഉള്ളൂ. 2 സ്റ്റെപ്പുകൾ ഇങ്ങനെ ഉണ്ടെന്ന് തന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ലൈറ്റുകൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ശാശ്വതമായിട്ടുള്ള പരിപാടിയല്ല കേട്ടോ. അതായത് വെള്ളം പോകാനുള്ള ഓവിച്ചാൽ മാത്രമാണിത്. വെള്ളം വന്ന് ചാടുന്ന ഓവിച്ചാലുകളാട്ടോ. വെള്ളം വന്ന് ഫില്ലായി കഴിഞ്ഞാൽ ഈ നടത്തൊന്നും നടക്കൂല കേട്ടോ. ആളുകൾ ഇതാ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പള്ളി കാര്യങ്ങളൊക്കെ പോകാനുള്ള ആളുകളാണ് വരുന്നത്. എവിടെ വീട്? ഈ ഒരു യാത്രയെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? ഇതിൻ്റെ അടി കൂടിയുള്ള റെഡിയാ? ഇതപ്പോൾ എന്താണ് ഇതിപ്പോൾ സംഭവം? എന്താണിത്? ഓവാലത്തിൽ കൂടി നടക്കാൻ പറ്റുമോ? ഈ ഓവാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം പോകാനുള്ളല്ലേ. അപ്പോൾ കാലകാലത്തിൽ കൂടെ നടക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ബ്രോൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഈ പാലം പണി തീരുന്നതിന് മുന്നേ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടോ? പാലം വരണമെന്ന് ആഗ്രഹമില്ല? ആഗ്രഹമുണ്ട്. ബ്രോ ഇപ്പോൾ തിരക്കിലാണല്ലേ? പള്ളി പോകല്ലേ? ശരി ശരി. അസ്സലാമു അലൈക്കും. തിരക്കിലാ? പള്ളി പോകാൻ മണ്ടാണല്ലേ? ഈ യാത്രയെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇപ്പോൾ ഈ നടന്നു വന്ന യാത്രയെ കുറിച്ച്? സുഖമാണ്. അപ്പോൾ ഞാനെന്നുള്ളത് ഓവിച്ചാലിൻ്റെ അടിയിലാണ്. ഓവിച്ചാൽ ആളുകൾ നടക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. വർഷക്കാലം മഴക്കാലം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇതിനെ പ്രതിരോധിക്കും എന്നുള്ളത് യാതൊരു പ്ലാനിങ്ങും ഇല്ല കേട്ടോ. ഒരുപാട് ആൾക്കാർ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടത്താണിയിലെ നടപ്പാത ഇല്ലായ്മ എത്രത്തോളം ആളുകളെ വലക്കുന്നുണ്ട് എന്നുള്ളത് ഈ വീഡിയോസിൽ നിന്ന് മനസ്സിലാക്കട്ടോ. അസ്സലാമു അലൈക്കും. മലയാളം അറിയോ? കുറച്ച്. പള്ളി പോവാ? എവിടെ വർക്ക്? എവിടെ काम? टाइल्स. ये ओ पालन नहीं है तो किधर आएगा? किधर से आएगा? उधर से आएगा. बहुत दूर है ना? कितना मुश्किल आया? बहुत मुश्किल आया. वो पानी आने का टाइम क्या करेगा? पानी आने का टाइम उधर से देखेगा. पानी का जाने का है, पानी जाने का. अभी पानी नहीं, अभी जाएगा. हाँ उधर से आएगा. ബോസേ നടപ്പാതെ ഇല്ലാത്തതിന് ചെറിയൊരു കമന്റ്. ഈ ഓവിച്ചാലിൽ കൂടി നടക്കേണ്ട അവസ്ഥ വന്നതില് എന്തെങ്കിലുമൊക്കെ ഒരു പ്രതികരണം. ഞാൻ പിന്നെ ഇപ്പോൾ കൂടുതൽ നിർബന്ധിക്കണില്ല, ഞാനിപ്പോൾ വണ്ടി തരാം. ഈ ഒരു നടപ്പാതയിലൂടെയാണ് കുട്ടികളും യാത്രക്കാരും വയസ്സായ ആൾക്കാരും എല്ലാവരും നടക്കണമെന്നുള്ളത് നിങ്ങൾ ഒന്ന് ആലോചിക്കണം കേട്ടോ. മൊത്തത്തിൽ ഇതിൽ കൂടെയാണ് കവർ ചെയ്ത് പോകണമെന്നുള്ള. ഈ ലൈറ്റും കൂടി ഇല്ലെങ്കിലുള്ള അവസ്ഥ ഇതിൽ ഫുള്ള് ഇറ്റായിരിക്കും. ഇനി വർഷക്കാലമായി കഴിഞ്ഞാൽ ഫുള്ള് മഴയും കാര്യങ്ങളും വന്നിട്ട് വെള്ളവും കാര്യങ്ങളും ചളിയായിരിക്കും. ഇതാണ് ഇവിടുത്തെ നിലവിലെ അവസ്ഥ കേട്ടോ. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ആണ് ഇവിടുത്തെ കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഇവിടെ CCTV കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കമൻറ്റ് ചെയ്യോ നടപ്പാതെ ഇല്ലാത്തതിനെ പറ്റിയിട്ട്? ഇനി നാളെ ഉപയോഗിക്കാനും പറ്റില്ല ഇത്. നാളെ മഴ വന്നാലേ ഇത് ഉപയോഗിക്കാൻ പറ്റാതാവെന്ന് പറയാം. അപ്പോൾ ഇതിൽ കൂടെ നമ്മൾ ഇറങ്ങണ ഈ ഒരു ഏരിയ ഭയങ്കര ദയനീയമായ അവസ്ഥ. ഇതൊക്കെ എത്ര കാലം ചെയ്യാൻ പറ്റുമെന്നുള്ളതൊന്നും പറയാൻ കഴിയില്ല. അങ്ങനത്തെ അവസ്ഥയാണ്. തൽക്കാലം ആളുകൾ ഉപയോഗിക്കുന്നത് മാത്രം. ഇതാണ് അപ്പോൾ അവിടെ നിന്ന് വരുന്ന റോഡ്. ഒരു സൈഡിൽ ഇതിൽ കൂടെ ഇറങ്ങിപ്പോവാം, ഒരു സൈഡിൽ അവിടെ ഇറങ്ങാമെന്നുള്ളതാണ്. ഈ കാണുന്നതാണ് റോഡ്. അപ്പോൾ അങ്ങാടിയെ രണ്ടായി വിഭജിച്ച് എല്ലാം കൊണ്ടും മദ്രസ, സ്കൂള്, പള്ളി കാര്യങ്ങൾ എല്ലാം രണ്ടാക്കി വിഭജിച്ചു കേട്ടോ. ബസ്സുകളൊക്കെ നിർത്തി യാത്രക്കാരെ കയറ്റുന്നത് ഇറക്കുന്നതായ സ്ഥലമാണ് ഇത്. കണ്ടോ, ഒരു ബസ് സ്റ്റോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. ബോസ്, നിങ്ങളിപ്പോൾ ഇവിടെ ബസ് ഇറങ്ങിയില്ലേ?
നിങ്ങളങ്ങനെ പോണേ? രണ്ടത്താണി ആ സൈഡിക്കല്ലേ? ഇപ്പോൾ ഇവിടെ ഇനി നടപ്പാതില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ പോകാൻ ഉദ്ദേശിക്കണേ? ഒരു ഓട്ടോ വിളിച്ചിട്ട് അത്രയും ദൂരം പോകേണ്ടി വരില്ല. പിന്നെ അതിൻ്റെ അടിയിൽ അണ്ടർ പാസിങ് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ഓവുപാലം വരുന്നുണ്ട്. ആയിക്കൂടെ വേണേൽ കയറാൻ, ആയിക്കൂടെ കയറപ്പോൾ അല്ലെങ്കിൽ അതിൽ കൂടെ ചുറ്റി പോകണം. അതിന് ഇവിടെ പണി തീർന്നു കഴിഞ്ഞാൽ ഇവിടെ കൂടെയും കിടക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ അല്ലേ നമ്മൾ ആ കോണിക്ക് വെച്ച് കയറണൊക്കെ കണ്ടിരുന്നേ. അപ്പോൾ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് അത് ഉൾക്കൊള്ളാൻ കണ്ടത്? എല്ലാം അപ്പുറത്തല്ലേ? ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവര് പണി തുടർന്നുകൊണ്ടേയിരുന്നില്ലേ? ഇല്ലല്ലേ? ഇപ്പൊ താഴത്തുള്ള അത് വെള്ളം മഴക്കാലം വന്നാൽ പറ്റൂല. മഴക്കാലം വന്നാൽ തൂരാനും ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ വ്യാപാരികളൊക്കെ കൂടിയിട്ടാണ് അതിൽ ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തെന്നൊക്കെ ഒരു ന്യൂസ് ഞാൻ കേട്ട് അല്ലേ? ഇവിടെ ഇപ്പോൾ എത്രത്തോളം നിങ്ങളെ ബിസിനസ്സിനൊക്കെ ബാധിച്ചിരിക്കണം രണ്ടായി വിഭജിച്ചതിൽ? ബന്ധങ്ങളൊക്കെ കുറേ ഇതായില്ലേ? അറിയില്ല. ഇപ്പോൾ ആ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ പറയുന്നത് നമ്മളെ ബന്ധങ്ങളൊക്കെ കുറേ വഷളായി. ഇപ്പം ആ ഏരിയയിൽ നിന്നൊക്കെയുള്ള കുറേ കച്ചവടങ്ങളൊക്കെ അതേപോലെ നിങ്ങളെ സ്നേഹിതന്മാർ ഇങ്ങനെയൊക്കെ ഇങ്ങോട്ടുള്ള വരല് നിന്നില്ലേ? അവര് സ്നേഹം അതും ഇപ്പൊ ഇനി അടച്ച പ്രശ്നമല്ലേ? കട്ട് ചെയ്ത് വരണമെങ്കിൽ ഇപ്പോൾ ഓട്ടോറിക്ഷക്കാർ പറയണേ 40 ഉറുപ്പ്യ മേടിച്ചതിൻ്റെ അടുത്തേക്ക് 70 ഉറുപ്പ്യ മേടിക്കണം. എന്നാലും ഓലും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇവിടെ ഒരു അർജന്റ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് സ്ഥലം ചെയ്യുന്നത് അല്ലേ അണ്ടർ പാസിങ്ങിന്റെ? വളഞ്ഞ് തിരിഞ്ഞ് വരണം. താങ്ക് യു കാക്ക. നിങ്ങളെ പേരെന്താ പറഞ്ഞേ? ആ നിങ്ങള് ഇവിടെ തന്നെ വീട്? ആയിക്കോട്ടെ. ദണ്ഡത്താണിയുടെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതാട്ടോ. ഇവിടെ പുതിയ ബിൽഡിങ് വരുന്നുണ്ട്. അപ്പോൾ ഒരു ശിഖരം മുറിച്ച് മാറ്റിയ പോലെയാണ്. അതായത് നമ്മൾ ഇന്ത്യൻ്റെ ആസാം ഏരിയ ഉണ്ടല്ലോ, ആ ഒരു ശിഖരം മുറിച്ച മാതിരിയാണ് ഇപ്പോൾ രണ്ടത്താണിയുടെ അവസ്ഥ. അപ്പോൾ നമുക്കിവിടെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ഓരോരുത്തരോട് ചോദിച്ച് കാര്യങ്ങളൊക്കെ എന്താണ് ഏതാണ് ഇവർ വികാരം കറക്റ്റായിട്ട് മനസ്സിലാക്കട്ടോ. ഒരാളോട് ചോദിക്കുമ്പോഴത്തേന് കൂട്ടക്കലഹമായിട്ടാണ് വരുന്നത്. ഇത്രയും ഓട്ടോകളും കാര്യങ്ങളൊക്കെ ഉള്ള അങ്ങാടി കേട്ടോ. ഒരുപാട് ഓട്ടോറിക്ഷകളും കാര്യങ്ങളും വലിയ അങ്ങാടിയായിരുന്നു. പാലം വന്നപ്പോൾ ചെറുതായി പോയതാണ്.